ക്രൂരമായി പീഡിപ്പിച്ചുന്മൂലനം ചെയ്ത ഒരു പ്രത്യയശാസ്ത്രമോ വിശ്വാസമോ ലോകത്തിൽ വേറെയില്ല എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ പ്രസ്ഥാനം പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസമാണ് എന്ന് ഞാൻ പറയാൻ കാരണം. മനുഷ്യത്വം എന്നത് പ്രകൃതിയിൽ നിന്നും ഉയർന്ന ഒരവസ്ഥയാണ്. പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്ന സർവ്വജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ ആണ് ഒടുങ്ങുന്നത്. അതിലൊരു മാറ്റവുമില്ല. 1000 കൊല്ലം മുൻപുണ്ടായിരുന്ന കാക്ക അന്ന് കൂട് കൂട്ടിയതുപോലെയാണ് ഈ 1000 കൊല്ലത്തിന് ശേഷവും കാക്ക കൂട് കൂട്ടുന്നത്. 1000 കൊല്ലം മുൻപ് ഒരു പോലെ തന്നെയാണ് ജീവജാലങ്ങളും പ്രകൃതി എങ്ങനെയാണോ സൃഷ്ടിച്ചത് പ്പെട്ടതുപോലെ ജീവിച്ച് ഒടുങ്ങുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അതുകൊണ്ട് ഈ പ്രകൃതിയിൽ നിന്നും ഉയർന്ന അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് 3 തരത്തിൽ മനുഷ്യന് മാറാൻ കഴിയും. ഒന്ന്, പ്രകൃതി സൃഷ്ടിച്ചതുപോലെ തന്നെ ജീവിക്കുക. പണ്ട് കാലത്തൊക്കെ കാട്ടുമനുഷ്യർ എന്ന് നാം പറഞ്ഞിരുന്നത് എങ്ങനെയാണോ പ്രകൃതി സൃഷ്ടിച്ചത് അതുപോലെ തന്നെ ജീവിച്ച് മരിച്ച് ഒടുങ്ങുകയാണ് ചെയ്യുന്നത്. കുറെ ഉള്ളത് കൊണ്ട് മനുഷ്യർക്ക് ഈ പ്രകൃതി തകർച്ചകളിലേക്കും പ്രകൃതി വിരുദ്ധമായ തരത്തിലേക്കും ഒക്കെ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയും. അതിനെയാണ് വികൃതി എന്ന് പറയുന്നത്. അതേ മനുഷ്യന് തന്നെ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഉയർന്നു വന്ന് പ്രകൃതിക്ക് അതീതമായി ജീവിക്കാൻ പറ്റും. അതിനെയാണ് സംസ്കൃതി എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്നും അധപ്പതിച്ചാൽ വികൃതിയും പ്രകൃതിയിൽ നിന്നും ഉയർന്നാൽ സംസ്കൃതിയും. ഇതും ലോകത്തിന് മറ്റൊരു ജീവജാലങ്ങൾക്കുമില്ല. പക്ഷിമൃഗാദികൾക്കും ഈ സംസ്കൃതി എന്ന് പറയുന്ന ഏർപ്പാടില്ലല്ലോ. സൃഷ്ടിച്ചതുപോലെ ഒടുങ്ങും. അതുകൊണ്ട് മനുഷ്യൻ ആണ് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനം പ്രകൃതിക്ക് അതീതമായി ചിന്തിക്കാൻ, പ്രകൃതിക്ക് വിരുദ്ധമായിട്ടല്ല, പ്രകൃതിയുടെ അതിർവരമ്പുകളെ അതിലംഘിച്ച് അതിനതീതമായി ഉയരാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ മനനം ചെയ്യുന്നവൻ, മനുഷ്യത്വം എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നില്ലേ, മനുഷ്യത്വം ഉള്ളവൻ എന്ന് വെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തവൻ ഉണ്ടെന്നർത്ഥം, പ്രകൃതിക്ക് എതിരായവനുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത് ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യം ഏതത് പശുഭിർനരാണാം ധർമ്മോഹി തേഷാം അധികോ വിശേഷ ധർമ്മേണ ഹീന പശുഭിർ സമാന. ഉണ്ണുക, ഉറങ്ങുക, ഭയം അനുഭവിക്കുക, പ്രത്യുൽപാദനം നടത്തുക, ഇത് 4 ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നുണ്ട്. പന്നിയും പട്ടിയും പൂച്ചയും കോഴിയും കാക്കയും ഒക്കെ ഉണ്ണുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഭയം അനുഭവിക്കുന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ പേരിൽ മരണഭയം അനുഭവിക്കുന്നുണ്ട്, പ്രത്യുൽപാദനവും നടത്തുന്നുണ്ട്. അപ്പൊ ഇത് മനുഷ്യനും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒരുപോലെയാണെങ്കിൽ പിന്നെ മനുഷ്യനെന്ന് പറയുന്നതിന് പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ച് എന്താണ് ഉള്ളത്? അധികോ വിശേഷ ധർമ്മമാണ് മനുഷ്യനെ അധികമായിട്ടുള്ളത്. ധർമ്മേണ ഹീന പശുഭിർ സമാന. ധർമ്മത്തിന്റെ അഭാവത്തിൽ മനുഷ്യൻ മൃഗത്തിനു തുല്യമാണ് എന്നാണ് നമ്മുടെ കാരണവന്മാർ, ഗുരുക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ധർമ്മം എന്ന് പറയുന്നത് മതമല്ല. നമ്മളെ ഇപ്പൊ സ്കൂളിലും കോളേജിലും നിങ്ങളുടെ ഈ കെട്ടതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആചാര്യൻ മഹത്വമുള്ളതായതുകൊണ്ട് ആ ആചാര്യന്റെ പേരിൽ നടത്തുന്ന കെട്ടതായ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ധർമ്മം എന്ന് പറഞ്ഞ് പറയുന്നത് പഠിപ്പിക്കുന്നത് മതമാണ്. ധർമ്മം മതമല്ല. ധർമ്മം എന്ന് പറയുന്നതിന് ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിയമം എന്ന് വേണമെങ്കിൽ പറയാം. പ്രപഞ്ചം നിലനിൽക്കുന്നത് ഒരു സന്തുലനത്തിലാണല്ലോ, ഒരു പ്രാപഞ്ചിക നിയമം എന്ന് നമ്മൾ പറയത്തില്ലേ. അതിൻ്റെ താളം തെറ്റാതെ അത് ഇവിടെ ഇരിക്കുന്നവരെല്ലാം കാരണവന്മാരും മുതിർന്നവരായി ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. സൗരയൂഥത്തിൻ്റെ ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാം. പല ഗോളങ്ങൾ, പല
വലിപ്പത്തിലുള്ളത്, പല കാലത്തിലുള്ളത്, ഒരു സൂര്യനെ ചുറ്റുന്ന കൂട്ടം, അതാണല്ലോ യൂഥം. സൂര്യനെ ചുറ്റുന്ന ഒരു കൂട്ടത്തിനെയാണല്ലോ സൗരയൂഥം എന്ന് പറയുന്നത്. ആ ഓരോ ഗോളവും അതിനെ ചുറ്റുന്ന ഉപഗോളങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിൻ്റെ വേഗതകൾ പലതായിട്ടും അതിൻ്റെ ദൂരപരിധികൾ വ്യത്യസ്തമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അത് തമ്മിൽ ഇടിച്ച് തകർന്നു പോകാത്തത്? അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു പഥമുണ്ട്, അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു കാലക്രമമുണ്ട്, ഒരു വേഗക്രമമുണ്ട്, ഒരു സഞ്ചാരപഥങ്ങളൊക്കെയുണ്ട്. അതിലൊരു അണുവിടയും വേണ്ടല്ലോ, ഒരു ത്രുടി മാത്രം വ്യത്യാസം വന്നാൽ പോലും ഈ സൗരയൂഥം ഇടിച്ച് തകർന്നു പോകും. അങ്ങനെ പോകാതിരിക്കുന്നതിൻ്റെ കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സന്തുലന അവസ്ഥ കൊണ്ടാണ്. അതിനെയാണ് പ്രപഞ്ച നിയമം എന്ന് നാം പറയുന്നത്. അങ്ങനെ ആ പ്രപഞ്ചവുമായി, പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റാതെ പ്രപഞ്ചവുമായി ഇണങ്ങിച്ചേർന്ന പ്രപഞ്ചതാളത്തിനെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന് അതിൻ്റെ താളം തെറ്റിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയതാണ് അഥവാ ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ജീവിക്കണം. കൂട്ടമായിട്ടാണല്ലോ, മനുഷ്യൻ ഒറ്റക്കല്ല ജീവിക്കുന്നത്, കൂട്ടമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പൊ കൂടിച്ചേർന്ന് ജീവിക്കുമ്പോൾ സമൂഹം, ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് ധാർമ്മിക നിയമങ്ങൾ ആവശ്യമില്ല. കാരണം അയാൾക്ക് ഒന്നിനെയും തകർക്കാനുമില്ല, അയാളെ ഒന്നും തകർക്കാനുമില്ല. അയാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ആവശ്യം. ഒന്നിച്ച് ജീവിക്കുമ്പോൾ പരസ്പരതയോടുകൂടി ജീവിക്കാൻ കഴിയണമെങ്കിൽ, നിലനിൽക്കാൻ കഴിയണമെങ്കിൽ, ആ മനുഷ്യ സമൂഹവും ഈ പ്രകൃതിയും പ്രപഞ്ചവുമായിട്ടുള്ള താളം തെറ്റാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അതിന് ചില ദിനചര്യകൾ, ജീവിതക്രമങ്ങൾ ആവശ്യമാണ്. അതിനെയാണ് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് നാം കൽപ്പിച്ചു പോരുന്നത്. ഈ സന്തുലനം നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ സൃഷ്ടിച്ചതാണ് ജീവിത വ്യവഹാരം, ജീവിത നിയമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ധാർമ്മിക മൂല്യങ്ങളെ അത് സമൂഹത്തെ പരസ്പരം ചേർത്ത് നിർത്തും. സമൂഹം പരസ്പരം ഛിന്നഭിന്നമാകാതെ, സമൂഹം പരസ്പരം പോരടിച്ചൊടുങ്ങാതെ, പ്രകൃതിക്ക് താളം തെറ്റാതെ മനുഷ്യ സമൂഹം നിലനിൽക്കുന്നതിനും പുരോഗമിക്കുന്നതിനും വളരുന്നതിനും ഒക്കെ ഉള്ളതാണ് ഈ സാമൂഹിക വ്യവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ധാർമ്മിക നിയമങ്ങളെ, അത് മതമല്ല എന്ന് ഞാൻ വീണ്ടും ഹിന്ദിയിൽ നമ്മളെ ഈ മതനിരപേക്ഷതയ്ക്ക് ഹിന്ദിയിൽ എന്താ പറയുന്നത്? ധർമ്മനിരപേക്ഷത. ഈ വിവരം കെട്ട ഒരു പ്രയോഗം നമ്മുടെ നാട്ടിൽ വന്നത്. ധർമ്മനിരപേക്ഷത, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് ഈ ഭരണഘടനാ നേതാക്കന്മാരൊക്കെ മതനിരപേക്ഷത എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പറയുന്നത് മുഴുവൻ എന്താ? ധർമ്മനിരപേക്ഷ രാഷ്ട്രീയം, ധർമ്മനിരപേക്ഷ വിദ്യാഭ്യാസം, ധർമ്മനിരപേക്ഷ കുടുംബം. ധർമ്മം വേണ്ട, ധർമ്മത്തെ പരിഗണിക്കാതെ, അതിനെ സ്വീകരിക്കാതെ, ഉൾക്കൊള്ളാതെയുള്ള ജീവിത വ്യവസ്ഥകൾ ഉണ്ടാക്കിയതാണ് സ്വാതന്ത്ര്യാനന്തരം നമ്മളെ നയിച്ച നവഭാരത ശില്പികൾ. ഇൻവെർട്ടഡ് കോമയിൽ ആ നവഭാരത ശില്പികൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ കുഴപ്പം മതനിരപേക്ഷതയ്ക്ക് പകരം അവർ നിരാകരിച്ചത് ധർമ്മത്തെയാണ്. മതത്തിൻ്റെ പേരിൽ ആ ധർമ്മത്തെ നിരാകരിക്കുന്നതിന് പകരം അതിനെ നിലനിർത്തുകയായിരുന്നു സ്വത്വം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വത്വത്തിന്റെ ആവിഷ്കാരമാണല്ലോ. ഭാരതത്തിന്റെ സ്വത്വം എന്ത് എന്ന്, അതാണ് ധർമ്മം എന്നുള്ളത്. ലോകത്തിലൊരു രാജ്യത്തും അങ്ങനെ ഒരു വാക്കുണ്ടോ? അങ്ങനെ ഒരു സങ്കല്പമുണ്ടോ? ധർമ്മത്തിന് തത്തുല്യം. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയിട്ടും യൂറോപ്പിൽ പോയിട്ടും പറഞ്ഞില്ലേ, ഇതിന് വിവർത്തനം ചെയ്യാൻ കഴിയാത്തൊരു വാക്ക് ഞങ്ങളുടെ നാട്ടിലുള്ളത്. നിങ്ങൾക്ക് വിവർത്തനം ചെയ്യാൻ കഴിയില്ല ധർമ്മം എന്ന വാക്കിനെ, ഗുരു എന്ന വാക്കിനെ. ഇതിന് വിവർത്തനമില്ല. ടീച്ചർ ഗുരു അല്ല, അഥവാ ഗുരു എന്ന് പറഞ്ഞാൽ ടീച്ചർ മാത്രമല്ല. അതുകൊണ്ട് വിവർത്തനം ചെയ്യാൻ കഴിയാത്ത ഇത്തരം സങ്കല്പങ്ങളെ ഉണ്ടാക്കിയ ആ ഒരു ധർമ്മസങ്കല്പത്തെയാണ് നിരാകരിച്ചത്. മതത്തിനെ മാറ്റി നിർത്തുന്നതിൻ്റെ പേരിൽ യൂറോപ്പിലുണ്ടായ പ്രത്യേക സാഹചര്യത്തിൽ മതപീഡനങ്ങളിൽ നിന്നും യൂറോപ്പിനെ മുക്തമാക്കുവാൻ വേണ്ടി ഉണ്ടായ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ മതനിരപേക്ഷത എന്നുള്ളത് വന്നത്, മതേതരത്വം എന്ന് വന്നത്. കാരണം മതമാണ് അവിടെ ആമൂലാഗ്രം മനുഷ്യജീവിതത്തെ നിയന്ത്രിച്ചത്. മതമായപ്പോൾ അതിൽ പൊറുതിമുട്ടി നൂറ്റാണ്ടുകൾ, 1000 ആണ്ടുകളുടെ പീഡനം.
അതാണ് ഇരുണ്ട യുഗം എന്ന് പറയുന്നത്. യൂറോപ്പിന്റെ ഇരുണ്ട യുഗം എന്ന് പറഞ്ഞാൽ മതപീഡനം നടത്തിയ, ഇൻക്വിസിഷൻ നടത്തിയ 1000 ആണ്ടുകളുടെ പീഡന പർവ്വത്തിനെയാണ് ഇരുണ്ട യുഗം എന്ന് പറയുന്നത്. അതിൽ നിന്നും മുക്തമാകുവാൻ, മതമാണ് ഇതിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെങ്കിൽ ആ മതത്തിന്റെ പിടിയിൽ നിന്നും മുക്തമാകുവാൻ വേണ്ടിയാണ് അവിടെ മതേതരത്വം എന്ന സങ്കല്പം ഉണ്ടായത്. അതും നമ്മുടെ ഭാരതീയ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അനേകായിരം കൊല്ലങ്ങളായി ഭാരതത്തിൽ രൂപപ്പെട്ടു വന്ന, ഉരുവം കൊണ്ടുവന്ന ഒന്നാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. ഭാരതത്തിന്റെ സ്വത്വം എന്ന് പറയുന്നത് ഈ ധർമ്മമാണ്. ആ ധർമ്മത്തിനെയാണ് നിരാകരിച്ചത്. ഒന്ന്, അത് രാഷ്ട്രീയമായിട്ട്. പക്ഷേ ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയിൽ ഈ സാമൂഹിക വ്യവസ്ഥയെ തകർക്കുക എന്നുള്ളതായിരുന്നു ആധുനിക കമ്മ്യൂണിസം മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രം. കമ്മ്യൂണിസത്തിന്റെ തുടക്കത്തിലെ അല്ല, കമ്മ്യൂണിസം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യകാലത്ത് 1917 തുടർന്ന് ആണ് കമ്മ്യൂണിസത്തിന്, ഈ ലോകത്തിന് ഇത്തരം സാംസ്കാരിക സങ്കല്പങ്ങളെ, ധർമ്മ വ്യവസ്ഥയെ തകർക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഏറ്റവും വലിയ മാനുഷിക വിരുദ്ധമായ പ്രത്യയശാസ്ത്രമെന്ന്. അതിന് വേറെ വലിയ ഗവേഷണമൊന്നും വേണ്ട. കമ്മ്യൂണിസം പ്രചരിപ്പിച്ചിട്ടുള്ള, കമ്മ്യൂണിസം അധികാരം നടത്തിയ ഏത് രാജ്യവും നിങ്ങൾ എടുത്തുകൊള്ളുക. ലോകത്തിൽ എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടായിട്ടുണ്ടോ, കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്നിട്ടുണ്ടോ, അവിടെയൊക്കെ മനുഷ്യത്വത്തിന് എന്ത് വിലയാണ് ഉണ്ടായിരുന്നത്? മാനുഷികമായ എന്ത് കാര്യമാണ് പരിഗണിച്ചിട്ടുള്ളത്? മാനവികമായ എന്തെങ്കിലും കാര്യത്തിന് വില കൽപ്പിച്ചിട്ടുണ്ടോ? ലോകത്തിലേതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രദേശം പറ. ക്രൂരമായ കംബോഡിയയിലും മറ്റും ഇപ്പോഴും ചരിത്ര സ്മാരകമായി സൂക്ഷിച്ചിട്ടുള്ള മരങ്ങളുണ്ട്. വലിയ മരങ്ങൾ, നമ്മുടെ ഇവിടുത്തെ ആൽമരം പോലെ. അവിടെ ചില വൻ വൃക്ഷങ്ങൾ സംരക്ഷിത വൃക്ഷമായി സർക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ മരങ്ങളുടെ സവിശേഷത? കമ്മ്യൂണിസത്തിന്റെ പൂത്തു നിൽക്കുന്ന കാലത്ത് അവർക്കെതിരാണ് എന്ന് കരുതിയ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെ എതിർക്കുന്നു എന്ന് സംശയം തോന്നിയാൽ അവരെ മുഴുവൻ കൊന്നുകളയുമായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ, 5 വയസ്സും 6 വയസ്സും 4 വയസ്സും 8 വയസ്സും ഉള്ള കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊന്നാൽ ഒരു വെടിയുണ്ട ചെലവാകുമല്ലോ എന്ന് കണക്കാക്കിയിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കാലിൽ പിടിച്ച് മരത്തിൽ അടിച്ചിട്ട് കൊന്നതാണ് കംബോഡിയയിൽ. 5ഉം 6ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ച് തലഭാഗം മരത്തിൽ അടിച്ചു കൊല്ലുന്ന ക്രൂരത നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അവരാണ് മാനവികതയെക്കുറിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത്. ആ മരങ്ങളാണ് ഇന്ന് അവിടുത്തെ സംരക്ഷിത സ്മാരകങ്ങൾ. അവർ ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞത്, അവരുടെ മാതാപിതാക്കളുടെ പ്രത്യയശാസ്ത്ര വഞ്ചന പിന്തുടർന്നു. 5 വയസ്സുള്ള കുഞ്ഞ്, 6 വയസ്സുള്ള മക്കള് പ്രത്യയശാസ്ത്ര വഞ്ചന പിന്തുടർന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയും ഈ പീഡനം നടത്തുകയും ചെയ്തവരാണ് മാനവികതയുടെ നമ്മുടെ മുമ്പിൽ വരുന്നത് എന്ന ആ വൈരുദ്ധ്യം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കമ്മ്യൂണിസം ആദ്യകാലത്ത് തകർന്നു പോയല്ലോ. 1917 വിപ്ലവമൊക്കെ ഉണ്ടായി. പക്ഷെ വിപ്ലവം ഉണ്ടായി വലിയ ബുദ്ധിജീവികൾക്ക് സംശയമുണ്ടായി. 1923 ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി കേന്ദ്രം, ഒരു ബൗദ്ധിക കേന്ദ്രം ഫ്രാങ്ക്ഫർട്ടിൽ ഉണ്ടായി, ജർമ്മനിയിൽ. അത് അവരുടെ പഠന മേഖല മാർക്സിയൻ സ്റ്റഡി നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ ഓഫ് തോട്ട് അഥവാ ഈ ബൗദ്ധിക കേന്ദ്രം അവരാരംഭിച്ചത്, മാർക്സിയൻ സ്റ്റഡി നടത്താൻ. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കെ 1930 അതിൻ്റെ ഡയറക്ടറായിട്ട് മാക്സ് ഹോക്ക്ഹീമർ എന്നൊരാൾ അതിൻ്റെ ഡയറക്ടറായി നിയമിതനായി. അദ്ദേഹവും മാർക്സിയൻ സ്റ്റഡിയാണ് നടത്തുന്നത്. അപ്പോഴാണ് ചർച്ച അവരുടെ ഇടയിൽ വന്നത്, മാർക്സിന്റെ പ്രവചനം തെറ്റിപ്പോയി. എന്താ തെറ്റാൻ കാരണം? തെറ്റിയത് മാർക്സിന്റെ പ്രവചനം മുതലാളിത്തം വളർച്ച മുറ്റിയ വ്യവസായവൽകൃത രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അരങ്ങേറും. ഇതാണ് മാർക്സിന്റെ പ്രവചനം. മുതലാളിത്തം വളർച്ച മുറ്റിയ വ്യവസായവൽകൃത രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ്, കാരണം അവിടെയാണല്ലോ ഈ ചൂഷണം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. വ്യവസായം ശക്തിപ്പെടുമ്പോൾ മുതലാളിത്തം വളരുന്നു, മുതലാളിത്തം ശക്തിപ്പെടുമ്പോൾ ചൂഷണം കൂടും. അതാണല്ലോ അവരുടെ ഒരു തിയറി. അപ്പൊ അത്തരം ചൂഷണത്തിന്റെ പാരമ്യതയിലെത്തുന്ന വ്യവസായവൽകൃത മുതലാളിത്ത രാജ്യങ്ങളിൽ ആണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാവുക.
പക്ഷെ വിപ്ലവം ഉണ്ടായത് വ്യവസായവൽകൃത രാജ്യങ്ങളിലല്ലല്ലോ. റഷ്യയും ചൈനയും വ്യവസായവൽകൃത രാജ്യമായിരുന്നില്ല. അത് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലാണല്ലോ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നതും വലിയ വ്യവസായ രാജ്യങ്ങളായി വികസിച്ചതുമൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നു. അപ്പൊ ഈ വിപ്ലവം തെറ്റിയല്ലോ. അപ്പൊ ഈ വിപ്ലവം തെറ്റിയത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു പിന്നീട് അവരുടെ പഠനം. അവരുടെ ആ പഠനം മറ്റ് സ്ഥലങ്ങളിലേക്ക് എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രവചനങ്ങളിൽ മറ്റൊന്ന്, ഭരണകൂടം ഉണ്ടായി സോഷ്യലിസം നടപ്പായി കഴിഞ്ഞാൽ ഭരണകൂടം സ്വയം കൊഴിഞ്ഞു പോകും. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ഭരണകൂടം സ്വയം കൊഴിഞ്ഞു പോകും. പക്ഷേ കമ്മ്യൂണിസം നടപ്പായ രാജ്യങ്ങളിൽ കൊഴിഞ്ഞു പോവുകയാണോ ചെയ്തത്? അത് സമഗ്രാധിപത്യത്തിലേക്ക് എത്തുകയല്ലേ ചെയ്തത്? അത് പിന്നീട് ഏകാധിപത്യത്തിലേക്ക് എത്തുകയല്ലേ ചെയ്തത്? സ്റ്റാലിൻ മരണം വരെ സ്റ്റാലിനായിരുന്നു സർവാധിപതി. സംശയം തോന്നുന്ന മുഴുവൻ ആൾക്കാരെയും വർഗശത്രു എന്ന് പ്രഖ്യാപിച്ചിട്ട് കൊന്നില്ലേ? മൂന്നാം സ്റ്റാലിൻ, ലെനിൻ, സ്റ്റാലിൻ, ട്രോസ്കി 3 പേര് ചേർന്ന വിപ്ലവം ഉണ്ടാക്കിയത് സോവിയറ്റ് യൂണിയനിൽ, സോവിയറ്റ് റഷ്യയിൽ. ആ മൂന്നാമനെ വരെ അദ്ദേഹത്തിന് തോന്നി താനും ആക്രമിക്കപ്പെടും എന്ന് തോന്നി അന്യരാജ്യത്തേക്ക് ഒളിച്ചോടിപ്പോയി മറ്റൊരു രാജ്യത്ത് പോയി ഒളിച്ചു താമസിക്കുമ്പോൾ അവിടെ ഒരു കൊടിസുനി എത്തി. ആ കൊടിസുനിയുടെ പേര് ജാക്സൺ മെക്കാർഡൻ എന്നായിരുന്നു. ഇവിടുന്ന് അയച്ചതാ സ്റ്റാലിൻ. ചാരക്കണ്ണുകൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് ട്രോസ്കി എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ച് അവിടേക്ക് ജാക്സൺ മെക്കാർഡൻ എന്ന ആളിനെ അയച്ച് ഒരു സന്ധ്യാസമയത്ത്, രാത്രി സമയത്ത് ചെന്നിട്ട് ഒരു കടലാസ് കാണിച്ചിട്ട് ഇതെൻ്റെ ഒരു ലേഖനമാണ്, ഇതൊന്ന് പരിശോധിച്ച് പിഴ തീർക്കണം എന്ന് പറഞ്ഞ് വൃദ്ധനായ ട്രോസ്കി ഇത് ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ലൈറ്റിന്റെ മുമ്പിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് കൈക്കോടാലിയുടെ മാടുകൊണ്ട് അടിച്ചു കൊല്ലുകയായിരുന്നു. തലയ്ക്ക് പിന്നിൽ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് ട്രോസ്കിയെ. ആ ആളിന് ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്നും ഓർഡർ ഓഫ് ലെനിൻ എന്ന ഏറ്റവും ഭാരതരത്നത്തിന് തുല്യമാണ് ഓർഡർ ഓഫ് ലെനിൻ. അത്ര അവാർഡ് കൊടുത്തു സ്റ്റാലിൻ. ഗുണ്ടയ്ക്ക് അവാർഡ് കൊടുത്തു. ഞാൻ പറഞ്ഞത് 3 പേര് ചേർന്ന് നടത്തിയ വിപ്ലവത്തിൽ ലെനിന്റെ അവസാനം ലെനിനെയും ലെനിന്റെ ഭാര്യയെയും ഒക്കെ പീഡിപ്പിച്ച് തുടങ്ങി. പക്ഷെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വന്നു. തുടർന്ന് ആണല്ലോ ട്രോസ്കിയെ കൊന്നതും ലെനിന്റെ ക്രൂരം. മരണം വരെ സ്റ്റാലിൻ. ഇവിടെ എന്താണ് നമ്മുടെ ചെഗുവേരയുടെ നാട് ഫിഡൽ കാസ്ട്രോ ചാവാറായപ്പം അനുജനോ മറ്റോ അധികാരം കൊടുത്തു. കംബോഡിയയിൽ വർഷങ്ങളോളം പോൾപോട്ടായിരുന്നു. ചെഷസ്ക്യൂ ചിലരെ നാട്ടുകാർ തല്ലി ഓടിച്ചു. എന്ന് വെച്ചാൽ അവിടെ ജനാധിപത്യവും വന്നില്ല, ഏകാധിപത്യമെന്നും പറഞ്ഞാൽ പോരാ, ക്രൂരമായ പീഡനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ മുഴുവനുണ്ടായത്. സ്റ്റേറ്റ് കൊഴിഞ്ഞു പോയില്ല, ഭരണകൂടം അപ്രത്യക്ഷമായില്ല എന്ന് മാത്രമല്ല, സമഗ്രമായ ക്രൂരമായ പീഡനങ്ങൾ, മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ക്രൂരമായ പീഡനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒക്കെ ഉണ്ടായത്. അതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് നിഗമനം, കമ്മ്യൂണിസ്റ്റ് തിയറിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന മാർക്സൊക്കെ പറഞ്ഞിരുന്നത് സമൂഹം എന്നുള്ളതൊരു സ്ട്രക്ചറാണ്. ആ സമൂഹത്തിന്റെ മേലെ ഒരു സൂപ്പർ സ്ട്രക്ചറുണ്ട്. അതാണ് സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത്. ആ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് സമ്പത്താണ്. ഇതായിരുന്നു മാർക്സ് പറഞ്ഞത്. അങ്ങനെയുള്ള സമ്പത്തിന്റെ തുല്യമായ വിതരണം കൊണ്ട് സമൂഹത്തിൽ സോഷ്യലിസം വരുത്താം എന്നൊക്കെ ആയിരിക്കുമല്ലോ അവരുടെ തിയറികൾ. അങ്ങനെ തുല്യമായ സമ്പത്തിനെ അടിസ്ഥാനമാക്കി, സമ്പത്താണ് സമൂഹത്തിന്റെ മേലെ നിയന്ത്രിക്കുന്ന സൂപ്പർ സ്ട്രക്ചർ എന്നൊക്കെ ആയിരുന്നു. അതുപോലെയുള്ള ഘടനകൾ, രാഷ്ട്രീയ ഘടന, സാമ്പത്തിക ഘടനയൊക്കെയാണ് സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് തിയറി. പക്ഷെ ഇപ്പോൾ പറയുന്നത്, ഇവർ കണ്ടെത്തുന്നത് ഈ സൂപ്പർ സ്ട്രക്ചർ വേറെയും ഉണ്ട് എന്നാണ്. ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ടിലെ ബുദ്ധിജീവികൾ, മാർക്സിയൻ ബുദ്ധിജീവികൾ കണ്ടെത്തിയത് ഈ സൂപ്പർ സ്ട്രക്ചറിന് മേലെ ചില കൾച്ചറൽ സ്ട്രക്ചറുണ്ട്. ധൈഷണികവും സാംസ്കാരികവും ഒക്കെയായ ഒരു ഘടനകൾ വേറെ ഉണ്ട് സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് കണ്ടെത്തിയത്. അത്തരം സ്ട്രക്ചറുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുക. അതേസമയം തന്നെ അവിടെ മറ്റൊരു ബുദ്ധിജീവി പഠനം നടത്തുന്നുണ്ടായിരുന്നു ഇറ്റലിയിൽ. ആ പഠനം നടത്തിയ ബുദ്ധിജീവിയുടെ പേര് അന്റോണിയോ ഗ്രാംഷി എന്നാണ്. ഈ പഠനം അവിടെ ഇറ്റലിയിലും നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഐഡിയോളജിക്കൽ ഹെജിമണി നേടണം, അതുപോലെ അതായത് പ്രത്യയശാസ്ത്ര മേൽക്കോയ്മ നേടേണ്ടതുണ്ട്. അത് സാമ്പത്തികമായ ആധിപത്യത്തിന്റെ മേലെ ഐഡിയോളജിക്കൽ ഹെജിമണി നേടേണ്ടതുണ്ട്. അപ്പോഴേ കമ്മ്യൂണിസം വീണ്ടും നടപ്പാക്കാൻ പറ്റൂ എന്ന്
മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സംഭവിക്കാൻ കാരണം, അവരിങ്ങനെ പറയാൻ കാരണം, മാർക്സ് പറഞ്ഞതുപോലെ സാമ്പത്തികമല്ലാതെ ആകാൻ കാരണം, സമ്പത്താണ് സമൂഹത്തിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു. അത് അങ്ങനെ അല്ലാണ്ടായത് ഈ വ്യവസായവൽക്കരണം കൊണ്ടാണ്, മാസ് കൾച്ചറിന്റെ ഉദയം കൊണ്ടാണ്. മാസ് കൾച്ചർ അതെങ്ങനെ ഉണ്ടായല്ലോ, നവോത്ഥാനമുണ്ടായി, വ്യവസായവൽക്കരണം ഉണ്ടായി. അപ്പോൾ കൂടുതൽ ടെക്നോളജി വളർന്നു, കൾച്ചറൽ പ്രോഡക്റ്റുകൾ വർദ്ധിച്ചു വന്നു. ഉദാഹരണം സംഗീതം, അതുപോലെയുള്ള കലകൾ, സിനിമ, ഇതൊക്കെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ മനുഷ്യരെ കൂടുതൽ ഒന്നിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. കലയും സംഗീതവും സിനിമകളും ഒക്കെ കൂടുതൽ മനുഷ്യർ സാമൂഹികമായി ഒന്നിച്ചു വരുന്ന അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇവ സമൂഹത്തെ കൂടുതൽ സ്വാധീനിക്കുകയും കൂടുതൽ പരസ്പരം ബന്ധപ്പെടുത്തുകയും ചെയ്തു. ഈ പുതിയ മാസ് കൾച്ചർ എന്നുള്ളത് ഇവ സമൂഹത്തെ സ്വാധീനിച്ചു. ജനങ്ങൾ കൂടുതൽ സമയം അവയിൽ മുഴുകുകയും അതിലൂടെ ആശയങ്ങളും മൂല്യങ്ങളും നുഴഞ്ഞു കയറുകയും ചെയ്തു. നുഴഞ്ഞു കയറി എന്നാണ് പറയുന്നത്. വേണ്ടാധീനങ്ങൾ ഇവരുടെ ഉള്ളിലേക്ക് എത്തി. സാമൂഹിക ബോധം, സാംസ്കാരിക സങ്കല്പങ്ങൾ, നമ്മൾ പറയുന്ന സാംസ്കാരിക മൂല്യങ്ങളൊക്കെ നുഴഞ്ഞു കയറി. അല്ലെങ്കിൽ മനുഷ്യൻ ഒറ്റക്കൊറ്റക്ക് ജീവിച്ചോണ്ടേനെ, പക്ഷെ അവരെ കൂടുതൽ കൂടുതൽ ബന്ധിപ്പിച്ചു. ഇതെല്ലാം യൂറോപ്യൻ അടിസ്ഥാനത്തിലാണ് അവരുടെ വിലയിരുത്തൽ. മനുഷ്യരെ കൂടുതൽ കൂടുതൽ ബന്ധിപ്പിച്ചു. കൺസ്യൂമറിസവും മറ്റൊരു തരത്തിൽ ഇതുപോലെ പ്രവർത്തിപ്പിച്ചു. അങ്ങനെയാണല്ലോ ഇപ്പൊ ആഗോളതലത്തിൽ ഏത് സാധനം ഉണ്ടായാലും എല്ലായിടത്തും കിട്ടുകയാണ്. ഈ കൺസ്യൂമറിസവും കലയും സംഗീതവും സാഹിത്യവും സിനിമ ഒക്കെ മനുഷ്യരെ കൂടുതൽ സാമൂഹിക ബന്ധമുള്ളവരാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ടാണ്, അവരുടെ ഉള്ളിൽ സാമൂഹിക ബോധം വർദ്ധിച്ചു വന്നതുകൊണ്ടാണ് ഈ സാമ്പത്തിക സ്ട്രക്ചറിന് മേലെ മറ്റ് പല സ്ട്രക്ചറും വരുവാൻ കാരണം. പാശ്ചാത്യ രാജ്യങ്ങളിൽ വിപ്ലവം നടക്കാതെ പോയത് ഐഡിയോളജിക്കൽ ഹെജിമണി പൗരസമൂഹത്തെ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ്. സിവിൽ സൊസൈറ്റിയെ ശക്തിപ്പെടുത്തി ഈ കൾച്ചറൽ അല്ലെങ്കിൽ ഈ ഐഡിയോളജിക്കൽ ഹെജിമണി വർഗം അവിടെ ശക്തമായിരുന്നു. പക്ഷെ വിപ്ലവം നടന്നില്ല. കാരണം അവരെ സൃഷ്ടിക്കുന്ന മറ്റു പല ഘടകങ്ങളും ഉണ്ടായി. ഇതേ സന്ദർഭത്തിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഇറ്റാലിയൻ ബുദ്ധിജീവി പഠിക്കുന്നത്. അയാൾ ജയിലിലായിരുന്നു. ജയിലിൽ കടന്നുകൊണ്ട് പഠിച്ചു മാർക്സിയൻ തിയറി പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്. ആ ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല. അദ്ദേഹം കണ്ടെത്തിയ ഒരു ഉത്തരം, അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയവും. അദ്ദേഹം കണ്ടെത്തിയത് ഈ പറയുന്ന ഒരു സ്ട്രക്ചറുമല്ല സമൂഹത്തിനെ സ്വാധീനിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണി, ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. സാംസ്കാരിക മേധാവിത്വത്തിന്റെ പ്രത്യേക തത്വശാസ്ത്രം ആണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് വേറെ എന്തെല്ലാം മേൽക്കോയ്മകൾ ഉണ്ടെങ്കിലും, സമ്പത്തിന്റെ മേൽക്കോയ്മയോ അല്ലെങ്കിൽ ഈ പറയുന്ന പരിഷ്കാരത്തിന്റെ, സിനിമയുടെ, കലയുടെ, സാഹിത്യത്തിന്റെ ഒക്കെ മേൽക്കോയ്മ ഉണ്ടായാലും അതിനും ഒക്കെ മേലെ മനുഷ്യനെ സൂക്ഷ്മമായി സ്വാധീനിക്കുന്നത് സംസ്കാരമാണ്. അപ്പൊ സംസ്കാരത്തിന്റെ ആധിപത്യം എന്നാണ് അയാൾ ഉപയോഗിച്ചത്. ഹെജിമണി നമ്മൾ ഉപയോഗിക്കുന്ന സംസ്കാരിക മൂല്യം എന്നാണല്ലോ. അങ്ങനെ അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സാംസ്കാരിക മൂല്യം എന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. ആധിപത്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സംസ്കാരത്തിന്റെ ആധിപത്യമുള്ള ജനതയുടെ ഉള്ളിൽ ഒരു തരത്തിലും വിപ്ലവം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അവരെന്ത് ചിന്തിക്കുമ്പോഴും അവരെ ആദ്യം സ്വാധീനിക്കുന്നത് ഇത് സംസ്കാരവുമായിട്ട് എങ്ങനെ ബന്ധിക്കുന്നു എന്നാണ്. അപ്പോൾ വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായാൽ, ഒരു ഉണ്ണി പിറന്നാൽ ഒരു മാസം തികയുന്നതിന് മുമ്പ് ചടങ്ങുകൾ ആരംഭിക്കുമല്ലോ. പല വീടുകളിൽ അല്ലെ പല സമൂഹത്തിലും പല രീതിയിലാണെങ്കിലും ഒരു 28 കെട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു സംസ്കാരത്തിൻ്റെ, അത് ദരിദ്രവാസിയാണേലും കോടീശ്വരനാണേലും ഉണ്ട്. അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞെന്നാൽ സവർണനാണേലും അവർണനാണേലും ഉണ്ട്. ഏത് സമൂഹത്തിലാണേലും ഏർപ്പാടുണ്ട്. ഒരു സംസ്കാരത്തിന്റെ സ്വാധീനമാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞാലോ 1, 2, 3 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ചോറ് ഊണും എന്ന അന്നപ്രാശം മുമ്പേ പറഞ്ഞത്. അത് കഴിഞ്ഞെന്നാൽ വിദ്യാരംഭം. സ്കൂളിൽ കൊണ്ട് ചേർത്താൽ പോരെ, അവിടെ അവസ്ഥ കൊണ്ട് ചേർക്കുമല്ലല്ലോ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ചില ചടങ്ങുകളുണ്ട്. വിദ്യാരംഭം, ഒരു ഗുരുവിനെ കൊണ്ട് ഹരിശ്രുതി എഴുതിക്കുന്നു, സംസ്കാരത്തിന്റെ സ്വാധീനമാണ്. അത് കഴിഞ്ഞെന്നാലോ പഠിത്തം കഴിഞ്ഞു ജോലി കിട്ടുകയോ കച്ചവടക്കാരനാവുമോ കർഷകനാവുമോ ചെയ്താൽ ആദ്യം കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന ഫലം, ആദ്യം കിട്ടുന്ന എന്താണോ അത് ആദ്യമേ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി അടിച്ച് തിമിർത്ത് ആർമാദിക്കുക. സംസ്കാരത്തിന്റെ സ്വാധീനമുള്ളവൻ ഒന്നുകിൽ അത് അച്ഛൻ്റെ കൈ കൊടുക്കും, അല്ലെങ്കിൽ ഗുരുവിന് ഒരു ദക്ഷിണ കൊടുക്കും, അല്ലെ നാട്ടിലൊരു അമ്പലം ഉണ്ടെങ്കിൽ അവിടെ ഇപ്പൊ കൃഷി വെച്ചു ആദ്യത്തെ കൊലയാണ്
തെങ്ങ് കൃഷിയാണ്, ആദ്യം കിട്ടുന്ന തേങ്ങാക്കൊല. എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും അത് അവിടെ കൊണ്ടു കൊടുക്കും. ഒരു വാഴക്കൊല കിട്ടിയെന്നാൽ അത് അവിടെ കൊണ്ടു കൊടുക്കും, അമ്പലത്തിൽ കൊണ്ടു കൊടുക്കും. ആദ്യം അത് കൊടുക്കാറാവുമ്പോൾ ആദ്യത്തെ പാൽ അമ്പലത്തിൽ കൊടുക്കും. ഇതുപോലെ ക്രിസ്ത്യൻസിനും ഒക്കെ ഉണ്ട് ചില ചടങ്ങുകൾ. അപ്പൊ ഇത്തരം അത് കഴിഞ്ഞെന്നാലോ ജോലി കിട്ടിയാൽ, പിന്നെ ജോലി കിട്ടിയ ഒരു വീട് വെച്ചാലോ ചുമ്മാ കയറി താമസിക്കുമല്ലോ. പണിക്കാരൻ പാവപ്പെട്ടവനോ ദരിദ്രനോ കീഴ്ജാതിക്കാരനോ ഒക്കെ ആയിരിക്കും. പക്ഷെ ആ പണിക്കാരെ മുഴുവൻ വിളിച്ച് ദക്ഷിണയും മുണ്ടും കൊടുത്ത് അവരുടെ അനുഗ്രഹവും അനുജ്ഞയും വാങ്ങിയിട്ടല്ല കയറുന്നത്. എന്തല്ല, അങ്ങനെ മരണപര്യന്തം, ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല, മരണപര്യന്തം ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സംസ്കാരത്തിന്റെ സ്വാധീനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത്തരം സംസ്കാരം സ്വാധീനിക്കുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾ സമ്പത്ത് പറഞ്ഞുകൊണ്ട് ചെന്നിട്ടൊന്നും കാര്യമില്ല, വേറെ എന്ത് പറഞ്ഞാലും ഏൽക്കില്ല. അതുകൊണ്ട് ഗ്രാംഷി പറഞ്ഞത് ആശയപരമോ സാംസ്കാരികമോ സാംസ്കാരിക സങ്കല്പങ്ങളെ ഗ്രാംഷി പറയുന്നത് അധീശവർഗത്തിന്റെ താല്പര്യം എന്നാണ്. അവർക്ക് അങ്ങനെയല്ല ചിന്തിക്കാൻ പറ്റൂ. അധീശവർഗവും അടിയാളവർഗവും അത് വെച്ചിട്ടാണ് എല്ലാം കണക്കാക്കുന്നത്. അപ്പൊ അധീശവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കീഴാളർക്ക് കൂടി സ്വീകാര്യമായ ഇത്തരം പ്രക്രിയകൾ ഉണ്ടാക്കി വെക്കും. ഈ സാംസ്കാരിക മൂല്യം എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളെ അടിമയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. മേലാളന്മാർക്ക് അടിമ ആയി ഇങ്ങനെ അധികാരം നടത്താൻ വേണ്ടി നിങ്ങൾ അനുസരിക്കണമല്ലോ. എന്നും വടിയെടുത്തിട്ട് ശിക്ഷിക്കാൻ പറ്റിയല്ല. അപ്പൊ സമൂഹത്തിന് സ്വയം അനുസരിക്കാൻ തോന്നണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഇത് സംസ്കാരം എന്ന് പറഞ്ഞാൽ മതി, ഇതെല്ലാവരും അനുസരിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും സമൂഹത്തിന് അതിലൊരു സ്വയം സ്വീകരിക്കുന്ന അടിമത്വം എന്നൊക്കെ പറയുന്നത് പോലെ ആയി മാറും. അതുകൊണ്ട് അത്തരം സ്വീകാര്യമാക്കുന്ന പ്രക്രിയ, അതിനെയാണ് അദ്ദേഹം ഹെജിമണി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സെമറ്റിക് ചിന്തകളിൽ മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ഈ മേലാള കീഴാള ഏർപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് ഈ തിയറി മുഴുവൻ അങ്ങനെ വരുന്നത്. കൾച്ചറൽ ഹെജിമണി, ഐഡിയോളജിക്കൽ ഹെജിമണി, ഇന്റലക്ച്വൽ ഹെജിമണി, ഇത്തരം കാര്യങ്ങൾ എല്ലാ വ്യവഹാരങ്ങളുടെയും അന്തർധാരയായി നിലനിൽക്കും. ഈ മൂല്യങ്ങളും വിശ്വാസങ്ങളും എല്ലാം സൃഷ്ടിക്കാനും ശക്തിപ്പെടുത്താനുമാണ് അവർ വിദ്യാലയങ്ങൾ നടത്തുന്നത്, ആരാധനാലയം നടത്തുന്നത്, കോടതികളും മീഡിയയും അവരുടെ സാമൂഹിക സ്ഥാപനങ്ങൾ മുഴുവൻ ഈ ഹെജിമണിയെ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും. വേണ്ട, ഇപ്പോൾ നമ്മുടെ കോടതിയിൽ ഇപ്പോഴും ചില ജഡ്ജിമാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പറയുന്നില്ല. ചിലരൊക്കെ വഴിതെറ്റി പോയിട്ടുണ്ട്. എന്നാലും ചില ജഡ്ജിമാർ പറയുന്നില്ലേ, ഈ എന്താണ് ബന്ധം വേർപെടുത്താൻ, ഡൈവോഴ്സിനൊക്കെ അത് അങ്ങനെ വിടാൻ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ, ഒരു നീതി ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ചില ജഡ്ജിമാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് അങ്ങനെ ഡൈവോഴ്സിന് ചെല്ലുമ്പോൾ അതങ്ങനെ പറയാൻ പറ്റില്ല. ഭാരതത്തിലൊരു കുടുംബസങ്കല്പം വേറെയാണ് എന്ന് പറഞ്ഞിട്ട് ഡൈവോഴ്സ് കേസ് അനുവദിക്കാത്ത കേസുകൾ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്, ഭാരതത്തിൽ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സംസ്കാരത്തിന്റെ സ്വാധീനം. ഈ സ്വാധീനത്തിനാണ് ഹെജിമണി എന്ന് ഗ്രാംഷി പറഞ്ഞത്. ഇങ്ങനെ എല്ലാ വ്യവഹാര സ്ഥാപനങ്ങളിലും ഇത്തരം സ്വാധീനങ്ങൾ ഉണ്ടാക്കും. അത് നിലനിർത്താൻ വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങൾ അവരുണ്ടാക്കുന്നത്. ഇവ ജനങ്ങളെ സാമൂഹികവൽക്കരിക്കും. അതാണ് അപകടം. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ വേണ്ട കേരളത്തിൽ ചിന്തിച്ചാൽ മതി, അവർ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യം, കുട്ടികളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? ചുംബിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇണചേരാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളതുപോലെ കഴിയാനുള്ള സ്വാതന്ത്ര്യം, കള്ളു കുടിക്കാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങളാരെ ചോദ്യം ചെയ്യാൻ? ഇതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് അതിന് കാവൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഏറ്റവും കൂടുതൽ. ഈ സ്വാതന്ത്ര്യം, വ്യക്തി എന്നുള്ള നിങ്ങൾ പരമമായ സ്വാതന്ത്ര്യത്തെ തടയുമല്ലോ സാമൂഹികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ. നമ്മൾ പറയാറില്ലേ, ഇപ്പം മക്കള് അച്ഛനും അമ്മയും കൂടെ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് വാക്കേറ്റം ഉണ്ടായാൽ, ഒന്നുകിൽ ഭർത്താവ്, അച്ഛനും അമ്മയെന്ന് പറയേണ്ട ഭാര്യയും ഭർത്താവും വാക്കേറ്റം ഉണ്ടായാലും ഒന്നുകിൽ ഭാര്യ പറയും, മക്കൾ കേൾക്കും, നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ഭാര്യ ചോദിക്കും. ഇല്ലെങ്കിൽ ഭർത്താവ് മിണ്ടാതിരിക്കും, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രാത്രി പറഞ്ഞാൽ മതി, പിള്ളേർ കേൾക്കുന്നു എന്ന് ഭർത്താവ്. എന്തായാലും എന്തിനാ ഒരു നിബന്ധന? ഈ നിബന്ധന എന്തിനാ? ഈ നിബന്ധന സാമൂഹികമായ, അതിൻ്റെ ഏറ്റവും ഒരു യൂണിറ്റ് ആണല്ലോ കുടുംബം. സാമൂഹികമായ ഏറ്റവും ചെറിയ യൂണിറ്റാണ് കുടുംബം. ഈ സാമൂഹികവൽക്കരിക്കും ഇത്തരം മേൽക്കോയ്മകൾ അഥവാ സ്ഥാപനങ്ങൾ ഒക്കെ. സാമൂഹികവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാണ്ടാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കൾച്ചറൽ ഹെജിമണിയെ തകർക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ്
അടിസ്ഥാനം. അതിനൊത്തിരി ഉണ്ട്. ഞാൻ പറയുന്നത് കൾച്ചറൽ ഹെജിമണിയാണ് സമൂഹത്തിന് അപകടകരമായിട്ടുള്ളത്. അത്തരം സമൂഹത്തിൽ വിപ്ലവവും നടക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ കൾച്ചറൽ ഹെജിമണിയെ തകർക്കണം. അതിനെന്ത് ചെയ്യണം? സമൂഹത്തിൽ ചില സംവിധാനങ്ങൾ സൃഷ്ടിക്കണം. ധൈഷണിക ലോകത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക യാഥാസ്ഥിതികത്വത്തിന് ശക്തമായ ബദൽ സൃഷ്ടിക്കണം. സമൂഹം എന്ന് പറയുന്നത് യാഥാസ്ഥിതികത്വമാണ്, കുടുംബം എന്ന് പറയുന്നത് യാഥാസ്ഥിതികത്വമാണ്, ജാതി എന്ന് പറയുന്നത് യാഥാസ്ഥിതികത്വമാണ്, മതം എന്ന് പറയുന്നത് യാഥാസ്ഥിതികത്വമാണ്. ഇങ്ങനെ സാമൂഹികവൽക്കരിക്കപ്പെടുന്ന സ്ഥാപനങ്ങളെ മുഴുവൻ അവർ പറയുന്നത് ഇതെല്ലാം യാഥാസ്ഥിതികത്വം നിലനിർത്തുന്ന രാഷ്ട്രീയങ്ങളാണ്. അപ്പൊ അതിനെ തകർക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ബദൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കണം. അതാണ് ചെയ്യേണ്ട ഒരു പണി. അതിന് നേരിട്ട് രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രമായ സാംസ്കാരിക നൈതിക മേൽക്കോയ്മ നേടണം. സാംസ്കാരിക നായകന്മാർ ഇൻവെർട്ടഡ് കോമയിൽ കാലടിയിലുണ്ടല്ലോ കുറച്ച് പേര്. കാലടിയിൽ ഞാൻ പറയത്തില്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുണ്ടല്ലോ, മതിൽക്കകത്ത് ചില ആൾക്കാരുകളുണ്ടല്ലോ, നുണ പ്രചരിപ്പിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ. പേര് തന്നെ ഇപ്പൊ അങ്ങനെയാണ് ചിലർ പറയുന്നത്, ഞാനായിട്ടത് പറയുന്നില്ല. അത്തരം ഇടങ്ങളിൽ താമസിക്കുന്ന നുണയന്മാർ ഒക്കെ ഈ പറയുന്ന തരത്തിൽപ്പെട്ട ആൾക്കാരാണ്. നേരിട്ടുള്ള രാഷ്ട്രീയ അധികാരമൊന്നും അവർക്കില്ലല്ലോ, പാർട്ടി ഭാരവാഹിത്വമൊന്നും ഇല്ല. പക്ഷെ അവർ സ്വതന്ത്രമായ സാംസ്കാരിക നായകൻ എന്ന അവതരിച്ച് അവർ പറയുന്നത് സ്വാധീനിക്കും മറ്റുള്ളവരിൽ. അത്തരം മേൽക്കോയ്മ നേടണം. ഒന്നും ഭദ്രമല്ലെന്ന തരത്തിൽ പുരോഗമന പ്രസ്ഥാനം നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരാ? അത് ഞങ്ങളാണ്. നിരന്തരം ശല്യപ്പെടുത്തണം. ഇവിടെ എന്താണ്? സുരക്ഷിതത്വം ഉണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ദളിതന്മാർക്ക് ജീവിക്കാൻ പറ്റുമോ? ജോലിയുണ്ടോ? രാജ്യം അരാജകത്വത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, അപകടത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്നും ഭദ്രമല്ല എന്നും കേട്ടോണ്ടിരിക്കുന്നില്ലേ? ഇങ്ങനെ ഒന്നും ഭദ്രമല്ലെന്ന തരത്തിൽ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം, പ്രസ്താവനകൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഒരേ സമയം രാഷ്ട്രീയ സമരങ്ങളും സാംസ്കാരിക വിക്ഷോഭങ്ങളും അന്യോന്യം പ്രവർത്തിക്കണം. ഒന്ന് മറ്റൊന്നിന് പകരമല്ല. രാഷ്ട്രീയമായ ആരോപണങ്ങളും ആക്രമണങ്ങളും ഒരു വശം നടത്തണം, മറുവശത്ത് സാംസ്കാരിക വിക്ഷോഭങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കണം. മാനവികമായ എല്ലാ നന്മകളും കമ്മ്യൂണിസത്തിൻ്റെതായിരിക്കണം എന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു നല്ല കാര്യമുണ്ട്, അത് ഞങ്ങളാണ്. ഇപ്പൊ എട്ടുകാലി മൂഞ്ഞെന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നില്ലേ, അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നവകേരളം ആരാ ഉണ്ടാക്കിയത്? നവോത്ഥാനം കേരളത്തിൽ ആരാ ഉണ്ടാക്കിയത്? അതിന്റെ അതൊക്കെ ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണ്. നവോത്ഥാനം എന്താണ്, എങ്ങനെയാണ്, ആരുണ്ടാക്കിയതാണെന്നൊക്കെ വേറെ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ പറയുന്നത് ആരാ? അത് ഞങ്ങളാണ് ഉണ്ടാക്കിയത്. എവിടെയെങ്കിലും ഒരു നല്ല കാര്യം, വിദ്യാഭ്യാസ പുരോഗതി ആരാ ഉണ്ടാക്കിയത്? ഞങ്ങളാണ്. അപ്പൊ എന്തെല്ലാം നല്ല കാര്യം മാനവികമായിട്ടുണ്ടോ അതെല്ലാം കമ്മ്യൂണിസത്തിൻ്റെതാണ് എന്ന് പ്രചരിപ്പിക്കണം. കൊടി പിടിക്കാത്തവരുടെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സിവിൽ സമൂഹത്തിൻ്റെ മേൽ സ്വാധീനം സൃഷ്ടിക്കണം. നമ്മൾ ഈ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവരെ നിങ്ങൾക്ക് ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ടോ? കൊടി പിടിക്കാത്തവരുടെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സിവിൽ സൊസൈറ്റിയുടെ മേൽ സ്വാധീനം നേടണം. അത്തരം സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നവരാണ് ഈ പ്രൊഫസർമാര്, കവികള്, NGOs, മനുഷ്യാവകാശ പ്രവർത്തകക്കാര്, ചില സാംസ്കാരിക വേദികള്, സിനിമാക്കാരെന്ന പേരിൽ ചില ആൾക്കാരൊക്കെ വരുന്നില്ലേ? അതൊക്കെ ഈ കൊടി പിടിക്കാത്ത ആൾക്കാരാണ്. അവരുടെ ചില പ്രവർത്തനങ്ങൾ അർബൻ നക്സൽ എന്നതിനിപ്പോ പുതിയൊരു വാക്കുണ്ട്. നക്സൽ എന്ന് പറഞ്ഞാൽ കാട്ടിൽ ഒളിപ്രവർത്തനം നടത്തുന്നവരാണല്ലോ നക്സലീറ്റുകൾ. പക്ഷെ നഗരങ്ങളിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് ഈ സംസ്കാര വിരുദ്ധ, ദേശവിരുദ്ധ, സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ വേരുറപ്പിക്കാൻ പണിയെടുക്കുന്നവരെയാണ് അർബൻ നക്സൽ എന്ന് പറയുന്നത്. ഈ അർബൻ നക്സലുകളാണ് ഈ പറയുന്ന കൊടി പിടിക്കാത്ത സാംസ്കാരിക നായകന്മാർ. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചിന്ത സ്വാധീനം ചെലുത്തിയിട്ടില്ലാത്ത മേഖലകളിൽ കമ്മ്യൂണിസത്തിന്റെ കൊടി ഉയർത്തേണ്ട ചുമതല ഈ ബുദ്ധിജീവികൾക്കാണ്. ഞാൻ ഇനി പറയുന്ന ഓരോ സെന്റൻസും നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യവുമായിട്ടൊന്ന് കൂട്ടിച്ചേർത്ത് ആലോചിച്ചാൽ മതി, ഉത്തരം വ്യക്തമാകും. ഞാൻ അതുകൊണ്ട് ഓരോന്നും വിശദീകരിക്കുന്നില്ല. സംഘടനാ രാഷ്ട്രീയത്തിന് സമാന്തരമായി ബൗദ്ധിക സാംസ്കാരിക ഇടപെടലുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം സൃഷ്ടിക്കണം. നിങ്ങൾ വേറെ ഒന്നും അന്വേഷിക്കേണ്ട. കേരളത്തിൽ ഇന്ന് ഏത് രാഷ്ട്രീയ പാർട്ടി
പറഞ്ഞാലും, പ്രസംഗിക്കുകയാവട്ടെ, അവര് ചർച്ചകളിൽ സംബന്ധിക്കുകയാവട്ടെ, ഏത് വിഷയത്തിൽ പറയുകയാണെങ്കിലും എല്ലാവരും പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്. കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്. എതിർക്കുന്നവനെ തെറിവിളിക്കുക, വെല്ലുവിളിക്കുക, വ്യക്തിഹത്യ നടത്തുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് തിയറിയുടെ ഭാഗമാണ്. ഇന്ന് അത് പറയാത്തവരാരുമില്ല. കാരണം അവരുടെ സ്വാധീനം എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുന്നു. ഇപ്പം ഞാൻ നമ്മുടെ പല പ്രവർത്തകരോടും പറയാറുണ്ട്, കാവി പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരനാവരുത് നമ്മൾ. പറയുന്നത് അതുപോലെ തന്നെയാണ്, പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ കൊടി മാറിയെന്നേ ഉള്ളൂ, കൾച്ചർ മാറിയിട്ടില്ല. അതുകൊണ്ട് നമ്മളാരും കൊടി പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരാവാൻ, കാവി പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരാവാൻ പാടില്ല. ഈ പറയുന്ന തരത്തിൽ സർവ്വസമൂഹത്തിലും ഈ ഇടപെടലുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം സൃഷ്ടിക്കണം. ഇപ്പോൾ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്ന പുരോഗമനം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധമാണ്, ദേവത ആരാധന എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്, എല്ലാം വരുന്നില്ലേ? ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് സ്വാധീനമാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല പറയുന്നത്, സാധാരണ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിഷ്പക്ഷ രാഷ്ട്രീയം പറയുന്നവരെ മറുപക്ഷവാദികളായി ചിത്രീകരിക്കണം. കൂട്ടിച്ചേർത്ത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബൂർഷ്വാ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷമായിരിക്കും. പൗരസമൂഹത്തിനുമേൽ പ്രത്യയശാസ്ത്ര മേൽക്കോയ്മ നേടിയാലേ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടത്താൻ കഴിയുകയുള്ളൂ. ആദ്യം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര മേൽക്കോയ്മ നേടണം എന്നർത്ഥം, അല്ലാണ്ട് വിപ്ലവം നടക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നിലവിലുള്ള പ്രത്യയശാസ്ത്ര മേൽക്കോയ്മയെയും ഭരണകൂടത്തെയും നിരന്തരം ശല്യപ്പെടുത്തിയാൽ പാർലമെന്ററി സംവിധാനത്തെ തകർക്കാം. പാർലമെന്ററി സംവിധാനം തകർക്കണം. കാരണം ജനാധിപത്യം ഉള്ളതൊക്കെയാണുള്ള പ്രശ്നം. തെരഞ്ഞെടുപ്പ് വരും എന്തായാലും 5 കൊല്ലം കൂടുമ്പോൾ. അപ്പം അതൊക്കെ തകർക്കണമെങ്കിൽ ഈ പാർലമെന്ററി സംവിധാനത്തെ തന്നെ തകർക്കണം. ജനങ്ങളെ പ്രബുദ്ധരാക്കിയിട്ടല്ല ഇത് നടത്തേണ്ടത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ദേശീയ വികാരം ഉണർത്താനാണല്ലോ സംഘപ്രസ്ഥാനങ്ങൾ ശ്രമിക്കുന്നത്. വിചാരകേന്ദ്രം ശ്രമിക്കുന്നത് ഓരോ ആളിൻ്റെ ഉള്ളിലും ഭാരതീയ വിചാരത്തെ സന്നിവേശിപ്പിക്കാനാണ്. ഇവിടെ പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ പറയുന്നത്, ജനങ്ങളെ പ്രബുദ്ധരാക്കിയിട്ടല്ല വിപ്ലവം നടത്തേണ്ടത്, അതിന് ധൈഷണിക സമൂഹവും രാഷ്ട്രീയ നേതൃത്വവും മതിയാവും. ബുദ്ധിജീവികൾ പറയുന്നു, സർവ്വസാധാരണക്കാരായ അടിമവർഗങ്ങൾ അനുസരിക്കുന്നു. അത് നടപ്പിലാക്കുവാൻ ഭരണകൂടം കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്രയും മതി. നിങ്ങളാരും ഇത് പഠിപ്പിക്കുകയും വേണ്ട. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആനിമൽ ഫാം എന്ന് പറയുന്നൊരു ചെറിയ പുസ്തകമുണ്ട്. ഇല്ലെങ്കിൽ നാളെ തന്നെ പോയിട്ട് നമ്മുടെ DC ബുക്സിലോ എവിടെയെങ്കിലും കിട്ടും. ഒരു ചെറിയ പുസ്തകം, 10-70 പേജേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. 100 പേജിൽ കൂടുതലുണ്ടാകുന്നത്. ചെറിയൊരു നോവലാണ്, ജോർജ് ഓർവെൽ എഴുതിയ നോവലാണ്. ആനിമൽ ഫാം എന്നാണ് അതിൻ്റെ പേര്. ഒരു നോവലാണ്. റഷ്യയിലെ സ്റ്റാലിൻ ഭരണകൂടത്തെ കുറിച്ചുള്ള ഒരു സാധനമാണ്. അതിൽ ജോൺസ് എന്ന് പറയുന്ന മുതലാളി ഒരു ഫാം നടത്തുകയാണ്. മുതലാളിത്തത്തിൻ്റെ പ്രതീകമാണ് ജോൺസ്. അപ്പം ആനിമൽ എന്ന് പറയുന്ന മൃഗക്കൂട്ടങ്ങൾ, അത് ഫാമിലുള്ള മൃഗങ്ങളെല്ലാം തൊഴിലാളി വർഗം. അവരൊരു തവണ വിപ്ലവം നടത്തി ജോൺസ് എന്ന മുതലാളിത്തത്തെ ഓടിച്ചു പുറത്താക്കി സോഷ്യലിസം പ്രഖ്യാപിച്ചു. മൃഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ഭരിക്കുകയാണല്ലോ. അപ്പം മുതലാളിത്തം ഇല്ലാണ്ടായി, സോഷ്യലിസം വന്നു, ജനാധിപത്യം എല്ലാം വന്നു. എല്ലാവർക്കും തുല്യമായ അളവിൽ സുഖങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം എല്ലാവരും വിചാരിച്ചു ഇനി എല്ലാവർക്കും എല്ലാം കിട്ടും. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പഴങ്ങൾ പൊഴിഞ്ഞു വീഴുന്നുണ്ട്, പശുവിനെ കറക്കുന്നുണ്ട്, വേറെ ചില മൃഗങ്ങൾ, കോഴി മുട്ടയിടുന്നുണ്ട്, ഇങ്ങനെ പല വിഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് ഈ ഫാമിനകത്ത്. പക്ഷെ ഇതെല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ കുശുകുശുപ്പായി, ഇതാരാ കൊണ്ടുപോകണത്? ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അനേകം പഴങ്ങൾ പലതും ഉണ്ടാവുന്നുണ്ട്, ഫലവൃക്ഷങ്ങൾ ഫലങ്ങൾ തരുന്നുണ്ട്. പക്ഷെ ഇത് ചില സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഈ സാധനം ഒന്നും കാണത്തില്ല. ഇതാരെ കൊണ്ടുപോകണതെന്ന് ഇങ്ങനെ ആൾക്കാർ കുശിക്കാനും രാത്രിയിൽ ഒളിഞ്ഞിരുന്നോ നോക്കുമ്പോഴുമാണ് മനസ്സിലായത് ഇത് പെറുക്കിക്കൊണ്ട് പോകുന്നുണ്ട്, ആ കെട്ടിടത്തിനകത്തേക്ക് ഭരണസിരാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കുശിപ്പ് കൂടി വന്നാൽ പ്രതിവിപ്ലവം ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്രതിവിപ്ലവം ഉണ്ടാകാതിരിക്കാൻ പിന്നെ ജനങ്ങളെല്ലാം, അതായത് ഈ ഫാമിലെ മൃഗങ്ങളെല്ലാം വിളിച്ചു കൂട്ടി. ആരാ വിളിച്ചു കൂട്ടുന്നത്? പന്നികളാണ്. എന്നുവെച്ചാൽ പന്നിയാണ് ബുദ്ധിജീവി. ആനിമൽ ഫാമിലെ ബുദ്ധിജീവി എന്ന് പറയുന്നത് പന്നികളാണ്. പന്നികൾ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ഈ കുശിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങളാണല്ലോ നിങ്ങളുടെ ബുദ്ധിജീവികൾ, നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നവർ ഞങ്ങളാണ്. ഞങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, നിങ്ങൾ കുശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ പഴങ്ങളും പാലും മുട്ടയും ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് മറ്റൊന്നും കാരണം കൊണ്ടല്ല, അതെല്ലാം കഴിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അത് പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നതാരാ? ഞങ്ങളാണ്. ചിന്ത എപ്പോഴും ഉജ്ജ്വലിച്ച് നിൽക്കണമെങ്കിൽ എന്ത് വേണം?
നല്ല ഫലമൂലാദികളൊക്കെ കഴിക്കണം, നല്ല വിറ്റാമിൻ അകത്ത് ചെല്ലണം. അത് ചെല്ലണമെങ്കിൽ ഇത് ഞങ്ങൾ കഴിക്കണ്ടേ? ഞങ്ങൾക്ക് തീരെ ഇഷ്ടമുണ്ടായിട്ടല്ല ഈ പാലും മുട്ടയും പഴവും കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് കഴിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ, ഞങ്ങളല്ലേ ചിന്തിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനാണ് ഈ പണി, ഇതെല്ലാം ഞങ്ങൾ കഴിക്കുന്നത് എന്ന, അതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലെ ബുദ്ധിജീവി എന്ന് പറഞ്ഞതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് തിയറിയിൽ അത് പ്രവർത്തിക്കുന്നിടത്ത് ജനങ്ങളെ പ്രബുദ്ധരാക്കേണ്ടതില്ല. നമ്മൾ പറയുന്നത് ഓരോ മനുഷ്യനെയും പ്രബുദ്ധരാക്കി, പ്രബുദ്ധൻ സാമാന്യ ബുദ്ധനല്ല, കോമൺ സെൻസിൽ നിന്ന് അല്പം ഉയർന്നവനാണ് ബുദ്ധിജീവി എന്ന് നാം പറയുന്നത്. സാമാന്യ ബുദ്ധിയിൽ നിന്നും അല്പം കൂടി ഉയർന്നതാണ് പ്രബുദ്ധൻ. ഈ കാണുന്നത് പോലെ അല്ല പ്രപഞ്ചം, അതിലും ഉയർന്ന ഒരവസ്ഥയുണ്ട്, അഥവാ കാണാത്തൊരു പ്രപഞ്ചമുണ്ട്, സത്യമുണ്ട് എന്ന് ചിന്തിക്കുന്നവനാണ് പ്രബുദ്ധൻ. ഈ പ്രബുദ്ധതയിലേക്ക് ഓരോ മനുഷ്യനെയും ഉയർത്തി ഓരോ മനുഷ്യനും ദിവ്യപുരുഷനായി, അതിമാനവനായി, സൂപ്പർമാനായി മാറണം, മാറ്റപ്പെടണം എന്നാണ് അരവിന്ദ മഹർഷി അടക്കമുള്ള നമ്മുടെ പൂർവികന്മാർ മുഴുവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എല്ലാവരും ചിന്തിക്കേണ്ടതില്ല, ചിന്തിക്കുന്ന പണിയൊക്കെ ബുദ്ധിജീവികൾ ചെയ്താൽ മതി, അധികാരം ഉപയോഗിച്ചത് നടപ്പാക്കിയാൽ മതി എന്നാണ്. ബൂർഷ്വാ ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർത്ത് സമൂല വിപ്ലവം നടത്തണം. അതിന് അധികാരസ്ഥാനങ്ങളോട് നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഈ തിയറി. അതിന് അത്തരം കലഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, ഫാസിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ മറ്റെല്ലാവരെയും ചേർത്ത് ഐക്യമുന്നണി ഉണ്ടാക്കണം. ഇന്ത്യ വേറെ വിശദീകരിക്കണ്ടല്ലോ. ഫാസിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ എല്ലാവരെയും ചേർക്കുക. അവിടെ ചിലപ്പോൾ ഈ മൗലികവാദികളുണ്ടാവും പാർട്ടിയിലെ, അവർ പറയും നമ്മൾ എന്തിനും ഈ ബൂർഷ്വാ പാർട്ടികൾ കോൺഗ്രസുമായിട്ട് ചേരാൻ പാടുണ്ടോ, ലീഗുമായിട്ട് ചേരാൻ പാടുണ്ടോ? ഇങ്ങനെ അവർ വരും, മൗലികവാദികൾ വരും. അത് വകവെക്കരുത്. ആവശ്യം ഈ ആദർശത്തിൽ കടിച്ചു തൂങ്ങരുത്. ആവശ്യം ഫാസിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ എല്ലാവരെയും ഇണക്കി ചേർക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംഘടനാവാദികൾ അതിനെ എതിർക്കുമെങ്കിലും പൗരസമൂഹത്തെ ഭരണകൂടത്തിനെതിരാക്കിയാൽ രാഷ്ട്രത്തെ തകർക്കാം. പൗരസമൂഹത്തെ ഭരണകൂടത്തിനെതിരാക്കിയാൽ രാഷ്ട്രത്തെ തകർക്കാം. ഭാരതത്തെ തകർക്കാൻ ഈ പൗരജനങ്ങളെ ഈ തരത്തിൽ വ്യാഖ്യാനിച്ച്, അവരെ പഠിപ്പിച്ച്, അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഭരണകൂടത്തിന് എതിരാക്കി മാറ്റുക. ഭരണകൂടം ഈ ഭരണകൂടത്തെ സംരക്ഷിച്ച് നിർത്തുന്ന കോട്ടയാണ് പൗരസമൂഹം. പൗരസമൂഹമാണല്ലോ ഒരു രാജ്യത്തിന്റെ കരുത്ത്. രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് പട്ടാളമോ പാർലമെന്റോ അല്ല, ജനങ്ങളുടെ ഉള്ളിലെ ദേശീയ വികാരമാണ്. ആ ദേശീയ വികാരമില്ലെങ്കിൽ എത്ര കോടി ജനങ്ങളുണ്ടായിട്ടും രക്ഷപ്പെടില്ല. അതുകൊണ്ട് ആ ജനങ്ങളെ രാജ്യത്തിന് എതിരാക്കി മാറ്റുകയാണ് കോട്ട തകർക്കാനുള്ള വഴി. അതിനാണ് സാംസ്കാരിക കാര്യങ്ങളിൽ ഇടപെടുന്നത്. അത്തരം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെ തുടർന്ന് പക്ഷെ ഇത്തരം അധികാരം പിടിച്ചെടുക്കാവുന്ന ഘട്ടത്തിൽ സാംസ്കാരിക മുദ്രാവാക്യങ്ങളിൽ കടിച്ചു തൂങ്ങുകയും ചെയ്യരുത്. ഇതിനൊക്കെ ഈ സാംസ്കാരിക മേൽക്കോയ്മയിലേക്ക് പ്രതികരണങ്ങളുടെ കടൽ വെള്ളം തുറന്നു വിട്ട് കലക്കാനുള്ള ശക്തി ഇന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിനില്ല. അത് നേടണം. അതിന് സ്വതന്ത്ര പരിവേഷമുള്ള ബുദ്ധിജീവി സമൂഹം വേണം. ഈ പ്രതികരണങ്ങളുടെ കടൽ വെള്ളം കയറ്റിവിട്ട് സാംസ്കാരിക മേൽക്കോയ്മ തകർക്കാൻ എന്തു ചെയ്യണം? വളരെ നിസാരമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂ നരേറ്റീവ് നടത്തണം. ന്യൂ നരേറ്റീവിലൂടെ ഈ സാംസ്കാരിക ബിംബങ്ങളെ അത് സാംസ്കാരികമല്ല എന്ന് പഠിപ്പിക്കുക. ആദരണീയമായ സ്ഥാനങ്ങളെ ആദരിക്കപ്പെടേണ്ടതല്ല എന്ന് പഠിപ്പിക്കുക. ബഹുമാനിതമായ ആൾക്കാർ, ബഹുമാന്യരായ ആൾക്കാരെ അവർ ബഹുമാനിക്കപ്പെടേണ്ടതല്ല എന്ന് പഠിപ്പിക്കുക. പവിത്രമായ സ്ഥാനങ്ങളെ അങ്ങനെ പവിത്രതയൊന്നും ഇല്ല, അത് ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുക. എങ്ങനെ? ന്യൂ നരേറ്റീവിലൂടെ. എന്താ ന്യൂ നരേറ്റീവ്? എന്നോട് കൊല്ലത്ത് വെച്ചൊരു ഡിഗ്രി വിദ്യാർത്ഥിനി പെൺകുട്ടി പറഞ്ഞു, ചേട്ടാ എൻ്റെ ഹീറോ രാമനല്ല രാവണനാണ്. എന്താണ് ന്യൂ നരേറ്റീവ്? അനേകം നാൾ തൻ്റെ കസ്റ്റഡിയിൽ സീതയെ വച്ചുകൊണ്ടിരുന്നിട്ടും ഒരിക്കൽ പോലും ബലാത്കാരം ചെയ്യാത്ത രാവണനാണോ, അതല്ല ഗർഭിണിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും കാട്ടിൽ കൊണ്ടുപോയി എറിഞ്ഞ രാമനാണോ മാന്യനായ പുരുഷൻ? ഇത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ മക്കളോട് പ്രൊഫസർ ചോദിക്കുമ്പോൾ രാമായണം പഠിച്ചിട്ടില്ലാത്ത നമ്മുടെ മക്കൾ എന്തുത്തരം പറയും? രാവണനാണ് ഹീറോ, രാമൻ കൊള്ളരുതാത്തവനാണ്. ന്യൂ നരേറ്റീവ്.
ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. ഒന്ന് രണ്ടെണ്ണം കൂടെ മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഒത്തിരി ഉണ്ട് എൻ്റെ കയ്യിൽ, സമയക്കുറവ് കൊണ്ട് അതിലേക്ക് പോണില്ല. JNUവിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നടക്കുന്ന ഒരു ആഘോഷമുണ്ട്. ആഘോഷത്തിൻ്റെ പേര് മഹിഷാസുര രക്തസാക്ഷി ദിനം. ഭാരതീയർ, കോടിക്കണക്കിന് ഭാരതീയർ അനേകായിരം കൊല്ലങ്ങളായി ആരാധിക്കുന്നത് ആരെയാണ്? മഹിഷാസുരനെ നിഗ്രഹിച്ച ദുർഗയെ ആണ്. ദുർഗാ പൂജ കമ്മ്യൂണിസ്റ്റുകാർ പോലും ചെയ്യുന്നതാണ്. ആ ദുർഗ ആരാധ്യല്ല, ന്യൂ നരേറ്റീവ്. എന്തുകൊണ്ട് ആരാധ്യല്ല? 9 ദിവസം മഹിഷാസുരനെ ദുർഗ വേഴ്ചയ്ക്ക് ഉപയോഗിച്ചു. നരേറ്റീവാണ്, പുതിയാഖ്യാനം. 10ാം ദിവസം മടുത്തിട്ട് കൊന്നുകളഞ്ഞു. അപ്പോൾ ആരാധിക്കപ്പെടേണ്ടവൻ? ആരാധ്യത ആർക്കാണ്? ആരാധിക്കപ്പെടുന്ന വസ്തു ആരാണ്? പീഡിപ്പിക്കപ്പെടുന്നവൻ, രക്തസാക്ഷിയാണ് ആരാധ്യൻ. അതുകൊണ്ട് മഹിഷാസുര രക്തസാക്ഷി ദിനം അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഒരു ഉദാഹരണം കൂടെ കേരളത്തിലെ, ഒന്ന് രണ്ടെണ്ണം കൂടെ മാത്രം. കേരളത്തിലെ ഒരു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് വർഷം മുമ്പ് മലയാള അധ്യാപകരുടെ, ആ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മലയാള അധ്യാപകരുടെ, കോളേജ് അധ്യാപകരുടെ ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് അങ്ങനെ എന്തെങ്കിലും ഏർപ്പാടുണ്ട്. അവരുടെ മീറ്റിംഗ് വെച്ചു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത്. അവിടെ വെച്ചിട്ട് ആ പുതിയ അധ്യാപകർക്ക്, അതായത് സാധാരണ കോളേജ് അധ്യാപകർക്ക് വലിയ പ്രൊഫസർ ക്ലാസ് എടുക്കുകയാണ്. നമ്മൾ ഇനി പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ ന്യൂ നരേറ്റീവിലൂടെ വേണം പഠിപ്പിക്കാൻ. അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, ഉദാഹരണത്തിന് പൂതപ്പാട്ട്. പൂതപ്പാട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? നങ്ങേലി എന്ന് പറയുന്ന അമ്മയുടെ ഉണ്ണി. ആ കഥ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി അത് പറയാതിരിക്കാം. ആ ഭൂതം, പൂവമ്പഴം പോലുള്ള ഉണ്ണിയുടെ അമ്മ നങ്ങേലി, ഉണ്ണിയെ പിടിച്ചുകൊണ്ട് പോണ ഭൂതം മലയുടെ അങ്ങേച്ചെരുവിൽ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഭൂതം കളിക്കാൻ വിളിച്ചു കൊണ്ടുപോണു, അതിനെ ഓമനിക്കുന്നു. ഉണ്ണിയെ കാണാതെ തെരഞ്ഞു വരുന്ന നങ്ങേലി എന്ന അമ്മ, ആ അമ്മയുടെ നിലവിളിയും സങ്കടവും കണ്ട് കുട്ടിയെ ഇപ്പൊ കൊണ്ടുപോകും എന്നറിഞ്ഞിട്ട് അമ്മയുടെ മുമ്പിൽ പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം, പൊന്നാരക്കുട്ടനെ ഞാൻ എടുക്കും എന്ന് പറയുന്നു ഭൂതം. അങ്ങനെ പറയുന്നു. അപ്പോൾ കണ്ണ് ചൂഴ്ന്നെടുത്ത് നങ്ങേലി ഭൂതത്തിന്റെ മുമ്പിൽ വെച്ചിട്ട്, ഇതിലും വലുതാണ് എനിക്ക് എൻ്റെ ഉണ്ണി, എൻ്റെ ഉണ്ണിയത്ത എന്ന് പറയുന്നു. കാഴ്ച നഷ്ടപ്പെട്ട നങ്ങേലിയുടെ മുമ്പിൽ ഭൂതം കൃത്രിമമായിട്ടൊരു ഉണ്ണിയെ ഉണ്ടാക്കിയിട്ട്, ഇതാ നിന്റെ ഉണ്ണിയെ എടുത്തോ എന്ന് പറയുന്നു. വാരിപ്പുണർന്ന അമ്മ അടുത്ത നിമിഷം ഉണ്ണിയെ വലിച്ചെറിഞ്ഞിട്ട് പെറ്റ വയറിനെ വഞ്ചിക്കാൻ നോക്കുന്ന ഭൂതമേ നീ എന്ന് ചോദിച്ച് ശപിക്കാൻ തുടങ്ങുന്നു. അതും കൂടി തിരിച്ചറിഞ്ഞപ്പോൾ, മാതൃത്വത്തിന്റെ കരുത്ത് തിരിച്ചറിഞ്ഞ ഭൂതം കാഴ്ചയും ഉണ്ണിയെയും നൽകി അമ്മയെ വിട്ടു എന്നും, പിന്നെ എല്ലാ ആണ്ടിലും ഒരു തവണ ഈ ഉണ്ണിയെ തേടി വീടുകളിൽ മുഴുവൻ വരും എന്ന തെയ്യമൊക്കെ കണ്ണൂർ മലബാർ ഭാഗത്തുണ്ട്. എത്ര തീവ്രമായി മാതൃത്വത്തെ അവതരിപ്പിച്ചൊരു കവിത ഒരുപക്ഷെ വേറെ ഉണ്ടാവില്ല മലയാളത്തിൽ. ഈ കവിതയെ ന്യൂ നരേറ്റീവിലൂടെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? പൂവമ്പഴം പോലുള്ള ഉണ്ണിയുടെ അമ്മ എന്ന് പറയുമ്പം അമ്മയും നല്ല സുന്ദരിയായിരിക്കണം, അല്ല ഉണ്ണി സുന്ദരനാവത്തില്ലല്ലോ. അപ്പൊ ആ നങ്ങേലി എന്ന സ്ത്രീ സവർണ സ്ത്രീയുടെ പ്രതിനിധി. ഭൂതം കറുത്തിരുണ്ടിട്ടാണ് മലയുടെ അങ്ങേച്ചെരുവിൽ. അത് ദളിത സ്ത്രീയുടെ പ്രതിനിധി. ദളിത സ്ത്രീയെ സവർണ സ്ത്രീ പരാജയപ്പെടുത്തുന്നതായി വേണം ഇനിമേൽ ഭൂതപ്പാട്ട് പഠിപ്പിക്കാൻ. ന്യൂ നരേറ്റീവ്. വേറെ ഉദാഹരണം വേണ്ടല്ലോ. കേരളത്തിലെ കോളേജുകളിൽ മുഴുവൻ കുന്തി വേശ്യയാണെന്ന് പറയുന്നു, സരസ്വതിയെ ആരാധിക്കേണ്ടതല്ല എന്ന് പറയുന്നു, ഗുരുവിനെ ആരാധിക്കേണ്ടതല്ല എന്ന് പറയുന്നു, കുടുംബം ആവശ്യമില്ല എന്ന് പറയുന്നു, വിവാഹം അനാവശ്യമാണ്, ലിവിങ് ടുഗദർ മതി എന്ന് പറയുന്നു. ഇങ്ങനെ ഒത്തിരി, എത്ര മണിക്കൂർ വേണേലും പറയാനുള്ള സംഭവങ്ങൾ, അനുഭവങ്ങൾ എൻ്റെ പക്കത്തുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോളേജുകളിലും ഇതുപോലത്തെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ന്യൂ നരേറ്റീവിലൂടെ നമ്മൾ പവിത്രമെന്ന് കരുതുന്നതിൻ്റെ മുഴുവൻ അടിവേരറുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇനി വേറെ ഗവേഷണമൊന്നും നടത്തണ്ട. സന്ധ്യയാകുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ ആ എറണാകുളം പട്ടണത്തിൽ കൂടെ ഒന്ന് നടക്കുക, ഹൈക്കോടതിയുടെ സമീപത്തുള്ള വഴികളിലൂടെ, ആ ചിറ്റൂർ റോഡിലൂടെ ഒക്കെ നടക്കുക. ഒരു 7 മണി കഴിഞ്ഞെന്നാൽ 10, 17, 18, 16 വയസ്സ് മുതലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കെട്ടിമറിയുന്നത് നിങ്ങൾക്ക് കാണാം ഈ എറണാകുളം പട്ടണത്തിൽ. അവരുടെ അച്ഛനമ്മമാര് പഠിക്കാൻ ഒക്കെ ആയിട്ട് അയക്കുകയാണ്. 16, 17 വയസ്സുള്ള കൗമാരക്കാര് കെട്ടിമറിയുകയാണ്. പെരുവഴിയിൽ നോക്കാൻ പറ്റില്ല, നോക്കിയാൽ നിനക്കെന്താ കാര്യം എന്നാ ചോദിക്കുന്നത്. എന്റെ സ്വാതന്ത്ര്യമാണ്. ഈ വ്യക്തി സ്വാതന്ത്ര്യം ആര് പഠിപ്പിച്ചതാണ്? ആരാ പഠിപ്പിച്ചത്? കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പെൺകുട്ടികളാണ് അതിൽ ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് ഇതെന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിലിരിക്കാൻ പറ്റില്ല കണ്ണടയ്ക്കാതെ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. എത്ര ഗതികെട്ട അരാജകത്വം നിറഞ്ഞ അവസ്ഥയാണെന്നറിയുമോ? ഇതിന്റെ കഴിഞ്ഞാൽ നമ്മൾ ഇതിലും ക്രൂരമായാണ്. ഈ നിലയിൽ ന്യൂ നെഗറ്റീവിയുടെ അനേകം ആർത്തവ സമരം, ചുംബന സമരം ഒക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. താലി ചുട്ടരിക്കൽ സമരം കേരളത്തിൽ നടത്തിയതാ ഡിവൈഎഫ്ഐക്കാര്. ഇങ്ങനെ നടത്തിയ അത് ഒത്തിരിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നില്ല. ഇതിനെന്ത് ചെയ്യാൻ പറ്റും പ്രതിരോധിക്കാൻ എന്നാണെങ്കിൽ ഇവരുടെ ലക്ഷ്യം തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. ഈ ന്യൂ നെഗറ്റീവ് എന്നും പുതിയ ആഖ്യാനം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന ഇവരുടെ ലക്ഷ്യം എന്താണ്? ഈ സംസ്കാര അടിവേരറുക്കലാണ് ലക്ഷ്യം. ഭാരതീയ ജീവിതത്തിന്റെ മുഴുവൻ വേരറുത്ത് കളയും എന്നുള്ളതാണ്. അതിനായി ആവശ്യമായ വൈചാരിക പ്രവർത്തനങ്ങൾ ഇവിടെ അധ്യക്ഷനും സ്വാഗതം പറഞ്ഞ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞില്ലേ? അത് ചെറുതായിട്ടൊന്നും നിങ്ങൾ 10 പേര് ഇവിടെ മാസത്തിലൊരിക്കൽ കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഒന്നും ആവില്ല. അതതിൻ്റെ ഒരു മൂലമായിരിക്കും, ഒരു മൂലക്കല്ല് പോലെ വിചാരകേന്ദ്രത്തിന്റെ ഒരു യൂണിറ്റ് ആയിക്കോട്ടെ. ആ വിചാരകേന്ദ്രം ഈ കാലടിയിൽ ഒത്തിരി പണി ചെയ്യാനുണ്ട്. ഇവിടെ ഒരു വിഷകേന്ദ്രം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും ഇവിടെ നിന്നാണ് ഇറങ്ങുന്നത് ഈ വിഷത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ. അതുകൊണ്ട് അനേകം പണികൾ ഈ അർബൻ നക്സലുകളെ തുറന്നു കാണിക്കണം. സിനിമയുടെയും സാംസ്കാരിക രംഗത്തുമുള്ള ഈ വ്യാജന്മാരുടെ മുഖം മൂടി വലിച്ചു കയറി അവരെ പ്രത്യക്ഷത്തിൽ അവതരിപ്പിക്കണം. അവരുടെ കാപട്യം, ജനാധിപത്യം എന്ന് പറയുന്നത് ഇവരാണ്. എന്ത് ജനാധിപത്യം? ഏത് ജനാധിപത്യം? ആവിഷ്കാര സ്വാതന്ത്ര്യം അവരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. മതേതരത്വം ഏറ്റവും കൂടുതൽ അവരാണ് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം, ദളിത് സംരക്ഷണം, ന്യൂനപക്ഷ സംരക്ഷണം, ഇതെല്ലാം പറയുന്നത് ഇതിനെതിരായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഇവരുടെ കള്ളത്തരത്തെ വെറുതെ വാചാടോപം കൊണ്ടല്ലാതെ വസ്തുതകൾ നിരത്തി ഇവരുടെ തട്ടിപ്പിനെ സാധാരണ മനുഷ്യന്റെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് വൈചാരികമായി ചെയ്യാനുള്ള ഒരു പ്രവർത്തനം. ആ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും മാസത്തിലൊന്ന് കേൾവിക്കാരായി വന്നാൽ പോരാ. എന്തെങ്കിലും ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം. സ്വദേശേ പതിതേ കഷ്ടേ ദൂരസ്ഥാലോകയന്തിയെ നൈവച പ്രതികുർവന്തി തേ നരാ ശത്രുനന്ദന എന്ന്. അങ്ങനെ ആയിരിക്കും. സംസ്കൃതത്തിൽ തെറ്റുണ്ടെങ്കിൽ ഹരീഷൻ മാഷ് തിരുത്തണം. മഹാഭാരതത്തിലെ ഒരു ശ്ലോകമാണത്. രാജ്യം ആപത്തിലകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുവാൻ എന്തെങ്കിലും അല്പമാത്രമായ പ്രവൃത്തി പോലും ചെയ്യാത്തവർ ശത്രുക്കൾക്ക് ആനന്ദം പകരുന്നവരാണ്. അപ്പം നമ്മൾ ചെയ്യാതിരിക്കുന്നതും ശത്രുവിന് നേട്ടമാണെന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ പ്രായഭേദമന്യേ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാവണം. എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ വേറെ ആലോചിക്കണം. ഇവരിൽ അതുപോലെ തന്നെ ഇവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുക. ഇവരിൽ ഈ ആശയങ്ങൾ യഥാർത്ഥത്തിലില്ല. ഈ പറഞ്ഞ മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, സമത്വം, ഇതൊന്നും ഇവരിലില്ല എന്നുള്ളതും ചരിത്രത്തിന്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തുറന്നു കാണിക്കണം. സർവോപരി കൾച്ചറൽ ഹെജിമണിയല്ല, സാംസ്കാരിക മേധാവിത്വമല്ല, സംസ്കാരത്തിന്റെ വേരുകളാണ് മൂല്യം. മൂല്യം എന്ന് പറഞ്ഞാൽ മൂലം എന്ന വാക്കിൽ നിന്നാണല്ലോ മൂല്യം ഉണ്ടാവുന്നത്. മൂലം വേരാണ്. വൃക്ഷത്തിനെ താങ്ങി നിർത്തുന്നത് വേരുകളാണ്. അനേകായിരം വേരുകൾ ചെറുതും വലുതുമായി മണ്ണിൽ പൂണ്ടുകിടക്കുന്ന വേരുകളാണ് വൃക്ഷത്തെ താങ്ങി നിർത്തുന്നത്, വളർത്തുന്നത്, പരിപോഷിപ്പിക്കുന്നത്. ആ വേരുകളെ ശക്തിപ്പെടുത്തേണ്ടി വരും. വേരുകളെ ശക്തിപ്പെടുത്തണമെങ്കിൽ അത് ആധിപത്യമല്ല, മേൽക്കോയ്മയല്ല, വേരാണ് എന്ന് നാം പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും. പറഞ്ഞല്ലാതെയും പഠിപ്പിക്കേണ്ടി വരും. വേരുകളെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം നടത്തണം. കൂടാതെ ഏറ്റവും ലളിതമായി, ഏറ്റവും കുറഞ്ഞത് അവനവൻ്റെ വീട്ടിൽ ചെയ്യാവുന്നത്, ചിലരുടെ എല്ലാം കാലം കഴിഞ്ഞു പോയതാണ്. കുഞ്ഞുങ്ങളുണ്ടായാൽ ശൈശവത്തിൽ അവരെന്താവണോ അതിനാവശ്യമായത് ശൈശവത്തിൽ ശീലിപ്പിക്കണം. തുടക്കത്തിൽ പോരാ, അവർ ബാല്യപ്രായത്തിലെത്തുമ്പോൾ 7, 8, 10, 9 വയസ്സുള്ളപ്പോൾ ബാല്യത്തിൽ ഈ ശീലിപ്പിച്ചതിന് ഇണങ്ങുന്ന കഥകൾ നമ്മൾ പുരാണങ്ങളിൽ നിന്നോ ഇതിഹാസങ്ങളിൽ നിന്നോ ഉപനിഷത്ത് കഥകൾ മനസ്സിൽ പതിഞ്ഞു കിടക്കും. ശീലിപ്പിച്ചതിന് അനുകൂലമായ കഥകൾ ശീലിപ്പിക്കണം. കുഞ്ഞുങ്ങളുടെ പിന്നാലെ നിങ്ങൾ നടക്കരുത്. കുഞ്ഞുങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയല്ല. നിങ്ങൾ പറയുന്നതോ ഇത് ചെയ്താല് ഈ മിഠായി തരൂ, ഇത് ചെയ്താല് ഈ റിമോട്ട് തരൂ. ആ റിമോട്ട് നമുക്ക് തോന്നുമ്പോൾ പിടിച്ചു വാങ്ങാനും പറ്റണം. കുഞ്ഞ് കരയുമ്പോൾ മൊബൈൽ കൊടുത്തിട്ടല്ലേ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ കുഞ്ഞ് അപ്പത്തൊട്ട് കയ്യിൽ നിന്ന് പോയി തുടങ്ങി ചിന്തിച്ചാൽ മതി. കൊച്ചുമക്കളാണെങ്കിൽ അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ ഇഷ്ടത്തിന് അവരെ വളർത്തണം. കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. ശുദ്ധ ഭോഷ്കാണത്.
എന്തിനാ വൃക്ഷങ്ങൾ വയ്ക്കുമ്പം വേലി കെട്ടുന്നത്? കന്നുകാലികൾ കടിച്ചു തിന്നാതിരിക്കാൻ. ആ വൃക്ഷങ്ങൾ ആ തൈ വളർന്ന് വലുതായാൽ വേലി പൊളിച്ചു കളയുകയും അടിയിൽ തറ കെട്ടി സമൂഹത്തിന് തണലേകാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. വേലി കെട്ടാതെ കുഞ്ഞായിരിക്കുന്ന തൈ കന്നുകാലി കടിച്ചു തിന്നാൽ പിന്നെ ഏത് തണലാ കിട്ടാൻ പോകുന്നത്? എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക, ബാല്യത്തിൽ അതിനിണങ്ങുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുക. പോരാ, ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ ആചാരാനുഷ്ഠാനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അതാണ് ആകെ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം എന്ന് വിചാരിക്കും. അതല്ല. നിങ്ങൾ കൗമാരപ്രായവും അവരെല്ലാം ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുമ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ, ശീലിപ്പിച്ച കാര്യങ്ങളുടെ ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിന് ഇന്ന ഗുണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. കാരണം അത് ആർക്കെങ്കിലും ഗുണമുള്ളതാണല്ലോ. ആ ഗുണം പറഞ്ഞു കൊടുക്കുക. അവിടെയും അവസാനിപ്പിക്കരുത്. അവർ കോളേജിലേക്ക് ചെല്ലുമ്പം ഈ ഗുണങ്ങളൊന്നും അല്ല ചോദ്യം. യൂണിവേഴ്സിറ്റി ചെല്ലുമ്പം അവരെ ആക്ഷേപിക്കുന്ന, അപകർഷബോധം ഉണ്ടാക്കുന്ന തരത്തിൽ അനേകായിരം ചോദ്യങ്ങളുടെ മുൻപിലേക്കാണ് നിങ്ങളുടെ യുവതീ യുവാക്കളായ മക്കൾ എത്തുന്നത്. അവിടേക്ക് പോകുന്നതിന് മുൻപ് യുവതീ യുവാക്കളായി കഴിയുമ്പോൾ ഈ ശീലിപ്പിച്ച കാര്യത്തിൻ്റെ, അതിൻ്റെ പിന്നിലെ കഥയിലൂടെ ഉറപ്പിച്ച കാര്യത്തിൻ്റെ, അതിനുണ്ടായ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേത് ജീവിത ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത് എന്ന ഇതിന്റെ പിന്നിലെ ജീവിത ദർശനം, തത്വശാസ്ത്രം, ഫിലോസഫി പറഞ്ഞു കൊടുക്കണം. അത് പഠിച്ചു പോകുന്ന പെൺകുട്ടി, അത് പഠിച്ചു പോകുന്ന യുവാവ്, ഞാൻ കൊണ്ടു നടക്കുന്ന ഈ ജീവിതചര്യകൾ, ഈ സാംസ്കാരിക മൂല്യങ്ങൾ അത് ഉന്നതമായ ഒരു ദർശനത്തിന്റെ പിൻബലമുള്ളതാണ് എന്ന് അറിഞ്ഞു പോയാൽ ആ ദർശന ബലത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ലോകത്തിലെ ഒരു ചെറിയ പ്രത്യയശാസ്ത്രത്തിനോ മതവിശ്വാസത്തിനോ പോലും കഴിയില്ല. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഭാവിയുടെ മതം, ലോകത്തിന്റെ ഭാവിയുടെ മതം വേദാന്തമായിരിക്കും. ആ വേദാന്തത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഏത് കാര്യങ്ങൾക്കാ കഴിയുക? വേദാന്ത കേസരി ഗർജിക്കട്ടെ, കുറുനരികൾ ഓടിയൊളിക്കും. ഈ ചെറിയ മതങ്ങളും ചെറിയ പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും വാദങ്ങളും എല്ലാം ഓടിയൊളിക്കും. വേദാന്തത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്രയും ശുദ്ധമായ കരുത്തുറ്റ ഒരു സാധനമാണ് ഇത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ യൗവനത്തിൽ പഠിപ്പിക്കുക. നമ്മൾ കേവലം നാമസങ്കീർത്തനങ്ങളും ആചാരങ്ങളും മാത്രമല്ല, ഇതിഹാസങ്ങൾ പഠിപ്പിക്കുക, ഉപനിഷത്തുക്കൾ പഠിപ്പിക്കുക. വ്രതം ച സ്വാധ്യായ പ്രവചനേജ, സത്യം ച സ്വാധ്യായ പ്രവചനേജ എന്നൊക്കെ നമ്മുടെ ഋഷിമാര് പറഞ്ഞത് എന്തിനാണ്? സത്യം എന്തായെന്ന് പഠിച്ച് അറിയണം എന്ന് മാത്രമല്ല, സ്വാധ്യായ പ്രവചനേജ, അത് പ്രചരിപ്പിക്കണം, പറഞ്ഞു പ്രചരിപ്പിക്കണം, പ്രഘോഷിക്കണം. അങ്ങനെ പ്രഘോഷിച്ച് ഈ ഉന്നതമായ ദർശനത്തെ ആകെ ചർച്ച ചെയ്യുന്നത് എന്താ? മനുസ്മൃതി എന്നല്ല. തൊട്ടാൽ ഉടനെ എല്ലാവരും പറയാം മനുസ്മൃതി. അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് മനുസ്മൃതി അല്ല, മനുസ്മൃതിയായിട്ട് താരതമ്യം ചെയ്യുന്നത് ഖുറാനാണെന്ന് പറയാം നിങ്ങൾ. കാരണം ദൈനംദിന ജീവിത നിയമങ്ങളൊക്കെ ആണല്ലോ, അതിൽ കൊള്ളാവുന്നതാണെങ്കിലും കൊള്ളരുതാത്താണെങ്കിലും പറയും. മനുസ്മൃതിയായിട്ട് താരതമ്യം ചെയ്യുന്നത് ഖുറാനും ബൈബിളും ഒക്കെ. സാധനങ്ങളുണ്ട് സഹോദര, ഉപനിഷത്തുക്കളുണ്ട്, വേദം ഈ പറയുന്ന ഇതിഹാസങ്ങളുണ്ട്, അതിനുള്ള ഒത്തിരി തത്വശാസ്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ യൗവനത്തിൽ പരിശീലിപ്പിക്കുക, കരുത്തുറ്റ ബൗദ്ധിക ശക്തിയുള്ളവരാക്കി മാറ്റുക. ലോക ജനതകളും ലോക മതങ്ങളുമായി താരതമ്യം ചെയ്ത് ഭാരതീയ ദർശനത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുക. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ബൗദ്ധിക മല്ലന്മാർ. അങ്ങനെ ബൗദ്ധിക മല്ലന്മാരെ ഉണ്ടാക്കുകയാണ് ഈ പറയുന്ന തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണിയുടെ പേരിൽ സംസ്കാരത്തിന്റെ വേരുകളെ അറക്കുന്ന പുത്തൻ രാക്ഷസീയ ശക്തികളെ, സൂക്ഷ്മമായി വരുന്ന മനുഷ്യന്റെ മനസ്സിനുള്ളിലേക്ക്, ബുദ്ധിയുടെ ഉള്ളിലേക്ക് വിഷം കലക്കുന്ന ഈ സാംസ്കാരിക മേധാവിത്വത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളെ തുറന്നു കാണിച്ച് അവരെ നേരിടുവാൻ കഴിയുന്ന ധൈഷണിക കരുത്തുള്ള ധിയോ യോ ന പ്രചോദയാ എന്നൊക്കെ ചൊല്ലിയാൽ മതിയോ? അത് ശക്തിപ്പെടുത്തണ്ടേ? അതിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് കാലടി. കാരണം ഭാരതം മുഴുവൻ ഒരു കാലത്ത് നശിച്ചു, തകർന്നു, ഛിന്ന ഭിന്നമാകുമെന്ന് വിചാരിച്ചപ്പോൾ ആ ഭാരതത്തെ ഈ വേദാന്തത്തിന്റെ കരുത്ത് കൊണ്ട് ഏകീകരിച്ച് 2 തവണ മുഴുവൻ ഭാരതവും ചുറ്റി സഞ്ചരിച്ച് ഭാരതത്തിന്റെ അഖണ്ഡതയെ 1500 കൊല്ലം തർക്കമിരിക്കട്ടെ, അതിനപ്പുറത്തോ എപ്പോഴാണെങ്കിലും സംരക്ഷിച്ച കാലടിയിലെ ശങ്കരന്റെ മണ്ണിൽ നിന്നാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട്
ബൗദ്ധിക മല്ലന്മാരെ സൃഷ്ടിക്കുകയാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനം. ആ വൈചാരിക പ്രവർത്തനത്തിലൂടെ ഈ ഭീഷണികളെ മുഴുവൻ നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കാലടിയിലെ പ്രബുദ്ധരായ എല്ലാവരെയും സംഘടിപ്പിച്ച്, ഏറ്റവും പ്രധാനമായി യുവതീ യുവാക്കളെ സംഘടിപ്പിച്ച് ഈ ന്മാരുടെ ഇടങ്ങളെ പൊളിച്ചടക്കാനുള്ള ബൗദ്ധിക മല്ലന്മാരെ സൃഷ്ടിക്കുവാൻ ഈ തരം സന്ദർഭങ്ങൾ പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി സുരേന്ദ്രൻജി. ഈ വിഷയം 3-4 മണിക്കൂറുകൾ എടുത്ത് അവതരിപ്പിച്ച സദസ്സുകളുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് നിശ്ചിതമായ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ സഭ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അന്യായമായി സുരേന്ദ്രൻജി ഇത് ചുരുക്കിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സഭയിൽ നാം ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ സഭയ്ക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി വിചാരകേന്ദ്രത്തിൻ്റെ കാലടി സ്ഥാനീയ സമിതിയുടെ രക്ഷാധികാരി ഏറ്റവും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മാധവൻ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സുരേന്ദ്രൻജി, അധ്യക്ഷൻ, സുഹൃത്തുക്കളെ, നമ്മൾ വളരെ വിശദമായ ഒരു പ്രഭാഷണം കേട്ടപ്പോഴാണ് നമ്മൾ മുന്നിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ വന്ന പല നറേറ്റീവുകളുടെ അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായത്. വാസ്തവത്തിൽ പലതും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പുതിയ പുതിയ നറേറ്റീവ്സ്, പല കഥകളും മാറ്റി മറ്റൊന്നായിക്കൂടെ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിപ്പിച്ച് നമ്മളെ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ വരെ അവരെ പഠിപ്പിച്ചാണ് നമ്മളെ പുറമേക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്. പ്രത്യേകിച്ച് ചരിത്രം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ക്ലാസ്സുകളിൽ എടുക്കുന്ന ക്ലാസ്സുകൾ സാറന്മാർ ഏത് രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നു അത് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നീടാണ് ഇതിൻ്റെ ചതിക്കുഴികൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ പ്രഭാഷണത്തിൽ തന്നെ മനസ്സിലാക്കാം എത്ര തരത്തിലുള്ള നറേറ്റീവുകളാണ് വന്നത്. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല, പല തരത്തിലുള്ള നറേറ്റീവുകൾ കൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു വളരെ സബ്റ്റിലായിട്ടുള്ള, നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കി തീർക്കുന്ന ചില ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ നറേറ്റീവുകളുടെ ലക്ഷണം. ഒരുമിച്ചൊന്നും പറയില്ല അവർ, എല്ലാം തെറ്റാണെന്ന് ഒരിക്കൽ പറയില്ല. പക്ഷെ ചില കാര്യങ്ങൾ എടുത്ത് വളരെ പർവ്വതീകരിച്ച് അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളുടെ നറേറ്റീവുകൾ തന്ന് നമ്മളെ മാറ്റിമറിക്കുകയാണ്. അത് വളരെ നമ്മുടെ കുട്ടികളും നമ്മുടെ വരുന്ന തലമുറകളും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഭാരതീയ സംസ്കാരം നിലനിൽക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാകും. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഈ പ്രഭാഷണം അറേഞ്ച് ചെയ്തത് തന്നെ. ഈ പ്രഭാഷണത്തിന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സുരേന്ദ്രൻജിക്ക് അകൈതവമായി നമുക്ക് നന്ദി രേഖപ്പെടുത്തണം. അദ്ദേഹമാണ് നമ്മുടെ മനസ്സിനെ ഈ രീതിയിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഭാരതീയ വിചാര കേന്ദ്രം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയതിൽ എന്തുകൊണ്ടും നന്നായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നന്ദി സർ. ആദ്യം ഓർമ്മിപ്പിച്ച 2-3 കാര്യങ്ങൾ ഒരു വട്ടം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സാധിക്കുന്ന ആളുകൾ നമ്മുടെ സ്ഥാനീയ സമിതിയുടെ അംഗത്വം എടുത്തുകൊണ്ട് ഈ സ്ഥാനീയ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്ന് നമ്മോടൊപ്പം ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപേക്ഷാ ഫോമും മറ്റു കാര്യങ്ങളും എല്ലാം കൗണ്ടറിൽ ലഭ്യമാണ്. 2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. ഒന്ന് ജെ നന്ദകുമാർജിയുടെ ഹിന്ദുത്വ പുതിയ കാലം എന്നുള്ളൊരു പുസ്തകം ബുദ്ധ ബുക്സ് പ്രസിദ്ധീകരിച്ച് നമ്മുടെ കൗണ്ടറിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ശ്രീ കഭ സുരേന്ദ്രൻജി ഇന്നിവിടെ അവതരിപ്പിച്ച വിഷയം കമ്മ്യൂണിസം കാപട്യത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നുള്ളത് വളരെ വിശദമായി പുസ്തക രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒന്നാണ്. 210 രൂപയാണ് വില. ഇന്ന് സ്പെഷ്യൽ ഓഫർ എന്നുള്ള നിലയിൽ 60 രൂപ കുറച്ച് 150 രൂപയ്ക്ക് ഇവിടെ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കൗണ്ടറിൽ നിന്നും അത് വാങ്ങാവുന്നതാണ്. ഈ ഒരു വിഷയത്തിൽ അധ്യക്ഷൻ്റെ ഒരു അറിയിപ്പ് പ്രകാരമാണ് ഇന്നിവിടെ അവതരിപ്പിച്ച വിഷയത്തിൽ സുരേന്ദ്രൻജിയുമായി സംവദിക്കുവാനായി ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിശദീകരണമോ തിരുത്തലുകളോ എന്തെങ്കിലും തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഉപയോഗിക്കാവുന്നതാണ്. 10 മിനിറ്റ് അതിനു വേണ്ടിയിട്ട്. Very good evening, one and all.
ഭാരതീയ സംസ്കൃതി കേന്ദ്രത്തിൻ്റെ കാലടി സ്ഥാനീയ സമിതിയുടെ വാർഷിക നമ്മൾ തിരഞ്ഞെടുത്ത ആ സബ്ജക്റ്റ് സംസ്കാര ഉന്മൂലനത്തിൻ്റെ പ്രത്യശാസ്ത്ര വൈകൃതങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അത് വളരെ സമർത്ഥമായിട്ട് ഇത്രയും സമർത്ഥമായി അതിരിക്കും വരാനോ എന്ന് സംശയമാണ്. അപ്പോൾ അത് വളരെ മനോഹരമായതിനാണ് അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ടോട്ടലി ഹിന്ദുക്കൾ